ഹായ് ഹലോ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ലാംഗ്വേജ് അക്രോസ് ദ കരിക്കുലം എന്ന പേപ്പറിൽ രണ്ടാമത്തെ യൂണിറ്റ് അക്കാഡമിക് ആൻഡ് സോഷ്യൽ ലാംഗ്വേജ് എന്ന രണ്ടാമത്തെ യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം സ്ക്രീൻ പ്രസന്റേഷൻ ഉണ്ട്. സ്ക്രീന് കാണുന്നുണ്ടോ? താങ്ക് യു. ലാംഗ്വേജ് അക്രോസ് ദ കരിക്കുലം നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് കവർ ചെയ്തു. സോ ലെറ്റ് മീ വെൽക്കം യു ടു ദ സെക്കൻഡ് യൂണിറ്റ് അക്കാഡമിക് ആൻഡ് സോഷ്യൽ ലാംഗ്വേജ്. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അതിങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോകും. ഫസ്റ്റ് ഓഫ് ഓൾ we have to study what is the meaning of language. ഇതിനു മുമ്പ് പഠിച്ചതാണ്. ഓക്കെ, എങ്കിലും എന്താണ് ലാംഗ്വേജിന്റെ ഒരു മീനിങ്? ലാംഗ്വേജ് ഈസ് എ സിമ്പിൾ എന്നുള്ളതാണ് ഇത് ഫസ്റ്റ് പോയിന്റ്. ലാംഗ്വേജ് ഈസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇറ്റ് ഈസ് എക്സ്പ്രസ് ഓഫ് തോട്ട് ആൻഡ് ഫീലിങ്സ്. ഇങ്ങനെയൊക്കെയുള്ള ഡെഫിനിഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. സോ പല സിമ്പിൾസിനെയും നമ്മൾ റീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സിമ്പിൾസ് ആണ് ആക്ച്വലി ലാംഗ്വേജ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്ഡ് ബൈ മാൻ. ആണെന്നുള്ളതല്ല, മനുഷ്യര് ഡെവലപ്പ് ചെയ്ത ഒരു ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലെങ്കിൽ മീൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ലാംഗ്വേജ്. എന്തിന്? ടു എക്സ്പ്രസ് ഫെയർ തോട്ട്സ് ആൻഡ് ഐഡിയാസ്, ഫീലിംഗ്, വിഷസ് എക്സെട്ര. നമുക്ക് നമ്മുടെ ഐഡിയാസും ഫീലിങ്സും വിഷസും ഒക്കെ അറിയിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച ഒന്നാണ് ലാംഗ്വേജ്. ഈ ലാംഗ്വേജ് ഇല്ലാണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണോ? പോസിബിൾ ആണ്. ഓക്കെ, എങ്ങനെയാ പോസിബിൾ ആവാ? യെസ്, ഗുഡ്. കമ്മ്യൂണിക്കേഷൻ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് അല്ലേ? അപ്പം അതിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉപയോഗിച്ചാൽ മതി. ആൻഷ്യന്റ് പീപ്പിളൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് തുടങ്ങി എന്നൊക്കെ കേൾക്കാറുണ്ട്. സോ അതിനൊരു ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് നിങ്ങൾക്കൊരു അപ്പൊ ഈ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ സാധാരണ ഒരു 4-5 പേരെ വിളിക്കുക. ഓക്കെ, ഒരു ടിപ്പാണ്. നിങ്ങൾ ചിലപ്പോൾ അറിയുന്നുണ്ടാവും. 4-5 പേരെ വിളിച്ചിട്ട് നമ്മൾ അവരെ പുറത്ത് നിർത്തുക. ഒരാളെ മാത്രം മുന്നിലേക്ക് വിളിക്കുക. എന്നിട്ട് അവർക്ക് നമ്മളൊരു ഇൻസിഡന്റ് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക. ഒന്നും സംസാരിക്കാൻ പാടില്ല. നമ്മൾ വീട്ടിലൊരു അലക്കണതോ അല്ലെങ്കിൽ ഒരു കുളിച്ച് വണ്ടിയിൽ കയറണതോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, ഒരു സീന്, ജസ്റ്റ് ഒരു 2 മിനിറ്റിന് സീൻ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക. ആ പേഴ്സൺ എന്ത് ചെയ്യണം? എന്തോ സിനിമ പേരൊക്കെ കണ്ടുപിടിക്കാറുണ്ട്. അതുണ്ട്. അത് കോമൺ ആയിട്ട് എല്ലാവരും കളിക്കണം തന്നെ. ഇതൊരു ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റി ഞാൻ പറഞ്ഞു തന്നെ. അപ്പം അതും പറ്റൂട്ടോ. സിനിമ പേര് വെച്ച് കളിക്കാം, സ്ഥലത്തിന്റെ പേര് വെച്ചൊക്കെ കളിക്കാം. സോ ഹിയർ നമ്മളൊരു ഇൻസിഡന്റ്. അപ്പൊ നമ്മൾ രാവിലെ എണീക്കുന്നു, എന്നിട്ട് പല്ലൊക്കെ തേച്ചിട്ട് പിന്നെ അടുക്കളയിൽ പോകുന്നു, അലക്കാൻ പോകുന്നു, അങ്ങനെയുള്ളൊരു ജസ്റ്റ് ഒരു ഇൻസിഡന്റ്. എന്നിട്ട് നമ്മൾ ആ വ്യക്തിനെ ബാക്കി 4 പേര് പുറത്തിരിക്കും. ഓക്കെ, ഒരാൾ മാത്രമാണ് മുന്നിലുണ്ടാവുക. നമ്മളത് അഭിനയിച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഈ വ്യക്തി ഇനി അഭിനയിക്കണം. അപ്പൊ പുറത്തുനിന്ന് 4 പേരിൽ ഒരാളെ നമ്മൾ ക്ലാസ് റൂമിലേക്ക് വിളിക്കാം. എന്നിട്ട് ആ പുറത്തുനിന്ന് വന്ന ആൾ എന്ത് ചെയ്യണം? അവിടെ ഒരു ഭാഗത്ത് മാറി നിന്നിട്ട് ഒബ്സർവ് ചെയ്യണം. അങ്ങനെ ഈ വ്യക്തി അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നു. ഒന്നും പറയാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം അഭിനയിക്കുമ്പോൾ അടുത്ത പുറത്തുനിന്നൊരാൾ വിളിക്കാം. അങ്ങനെ ഒരു 4-5 പേര് കൈമാറി വരുമ്പോൾ നമ്മൾ കാണിച്ചു കൊടുത്തത് വേറെയും അവർ ചെയ്തത് വേറെയും ഒക്കെ ആയി മാറും. ഓക്കെ, അപ്പം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു കുട്ടികൾക്ക് ജസ്റ്റ് ഒരു ഐസ് ബ്രേക്കിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, വേറെയും ആക്ടിവിറ്റീസ് ഉണ്ട്, ഞാൻ ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. ആൻഡ് നോം ചോംസ്കി പറഞ്ഞു വെച്ചത്, ലാംഗ്വേജ് ഇസ് എ സെറ്റ് ഓഫ് സെന്റൻസ് each finite in length and constructed out of a finite set of elements called words. അഥവാ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് സെന്റൻസസ് ആണ്. കുറച്ച് സെന്റൻസസ് ആണ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. അതിൽ ഓരോന്നും അത് കൃത്യമായ ലെങ്ത്തും അതുപോലെ തന്നെ അതിന്റെ കൃത്യമായ ഒരു സെറ്റ് ഓഫ് എലമെന്റ്സും ഒക്കെ ഉള്ള ഒരു ചില വേർഡ്സുകളെ, അത് കൃത്യമായ മീനിങ്ങും കൃത്യമായ സ്ട്രക്ചറും ഒക്കെ ഉള്ള വേർഡ്സുകളെ സെന്റൻസസ് ആക്കി മാറ്റി അതിനെ നമ്മൾ വിളിക്കുന്ന പേരൊക്കെയാണ്
ലാംഗ്വേജ് എന്ന് നോം ചോംസ്കി പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഹ്യൂമൻ ഗ്രൂപ്പ് ഹാസ് ഡെവലപ്ഡ് ഇറ്റ്സ് ഓൺ സിംബോളിക് സിസ്റ്റം. മനുഷ്യൻ എന്ത് ചെയ്തിട്ടാണ്, മനുഷ്യന് മനസ്സിലാകുന്ന കോലത്തിലുള്ള ഒരു സിംബോളിക് സിസ്റ്റം ഫോം ചെയ്ത് കാണാം. അതിനെയാണ് നമ്മൾ ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. ഈ ബേർഡ്സിനും ബാക്കിയുള്ള ജീവികൾക്കൊക്കെ ലാംഗ്വേജ് ഉണ്ടോ? ഇല്ല. ലാംഗ്വേജ് ഇല്ല. ഇപ്പൊ കാക്കകളൊക്കെ കണ്ടിട്ടില്ലേ? ഒരു കാക്ക അപകടത്തിൽപ്പെട്ടാല് കാക്ക രണ്ട് കാക്ക എന്ന് പറഞ്ഞാൽ കുറെ കാക്കകൾ വരും. ഒരു സൗണ്ട് അത് അല്ലേ ഉണ്ടാക്കുക? ലാംഗ്വേജ് അല്ലല്ലോ, അതെന്താ? അത് വെറുതെ സൗണ്ട് അല്ലേ. നമ്മളുണ്ടാക്കുന്ന സൗണ്ട് അല്ലേ? നമ്മളെ സൗണ്ട് കാക്കക്ക് എന്താ തോന്നുന്നുണ്ടാവുക? ഇപ്പൊ ഞാന് ഇപ്പോ നമ്മള് വേർഡ്സ് ഇല്ലേ, അവർ കാക്കകൾ നമ്മളെ ലാംഗ്വേജ്, ഒരു മിനിറ്റ്, കാക്കകൾ നമ്മളെ ലാംഗ്വേജിനെ കുറിച്ച് എന്താ പറയണ്ടാവുക? അവർക്ക് എന്താ വേറെ സൗണ്ടാണ്. അതെ അതെ, അതും ശരിയാണ്. ഒരു കാക്കന്റെ ഭാഗത്ത് ചിന്തിച്ചോക്കണേ, അല്ലെങ്കിൽ ഒരു നായന്റെ ഭാഗത്ത് ചിന്തിച്ചോക്കണേ, മനുഷ്യന്റെ ഭാഷയ്ക്ക് തിരിയില്ല. അവരെന്താ കേൾക്കണത്? മിയർ സൗണ്ട്സ്. നമുക്ക് ചൈനീസ് ഭാഷ കേട്ടാ എന്താ തോന്നണേ? കുറെ സൗണ്ടുകളല്ലേ തോന്നുന്നത്? അപ്പൊ അവർക്ക് അവരുടെ ലാംഗ്വേജ് ഉണ്ടല്ലോ. സോ പക്ഷികൾക്ക് അവരുടെ ലാംഗ്വേജ് ഉണ്ടായിരിക്കാം. ഓക്കെ, അത് പ്രൂവൺ ആണോന്നൊന്നും എനിക്കറിയില്ല. സോ എനിവേ, ആൻഡ് പിന്നെ ഇവിടെ വെച്ചത് ഓക്കെ, ലാംഗ്വേജ് റെപ്രസെന്റ്സ് സിംബോളിക് സിസ്റ്റം ഓഫ് സൗണ്ട് ആൻഡ് ഓക്കെ, ദെൻ ലാംഗ്വേജ് സ്റ്റോമാറ്റൈസ്ഡ് എന്നാണോ വേർഡ് എന്താണെന്നുള്ള എനിക്ക് ഓർമ്മ കിട്ടില്ല കേട്ടോ. ആൻഡ് നോൺ ഇൻസ്റ്റിങ്റ്റീവ്. നമ്മൾ ജന്മന ഉള്ളതല്ല, ആക്ച്വലി പിന്നീട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ലാംഗ്വേജ്. പക്ഷെ ലാംഗ്വേജിന്റെ സ്ട്രക്ചർ നമ്മുടെ തലയിൽ ഓൾറെഡി ഉണ്ട്, അത് നമ്മൾ പറയാറുണ്ട്. അത് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ പറയും. സോ എനിവേ, ഇറ്റ് ഈസ് നോൺ ഇൻസ്റ്റിങ്റ്റീവ്. ജസ്റ്റ് എന്താണ് ലാംഗ്വേജ് എന്ന് മാത്രം ഈ ഒരു സ്ലൈഡിൽ നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, ഇനി മുന്നോട്ട് പോകുമ്പോൾ ഡെഫിനിഷൻസ് അഡ്വാൻസ്ഡ് ഫോർ ലാംഗ്വേജ് അങ്ങനത്തെ ആണോ ആ ഹെഡ്ലൈൻ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ അതിൽ ബുക്കിൽ ചെയ്യാം. നോക്കി തെറ്റുണ്ടെങ്കിൽ ഞാൻ അതിൽ PPT തിരുത്തിയിട്ടും അയച്ചത് കേട്ടോ. ഡെഫിനിഷൻസ് ഓഫ് ലാംഗ്വേജ് ആണ്. അഡ്വാൻസ് എന്നുള്ള വാക്ക് ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ട്. സോ 2 ഡെഫിനിഷൻസ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമ്മുടെ ടെക്സ്റ്റിൽ ഒരു 5-6 ഡെഫിനിഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്കത് റെഫർ ചെയ്യാവുന്നതാണ്. എല്ലാതും കൂടി ഇവിടെ ഉൾപ്പെടുത്താത്തെന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് മിനിമം നമുക്കൊരു ഡെഫിനിഷൻസ് അറിയണം. ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, അതിന് ഏറ്റവും സിമ്പിളായ ഡെഫിനിഷൻസ് നോക്കിയിട്ട് നമ്മൾ പഠിക്കുക. ഓക്കെ, സാപ്പിന്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലാംഗ്വേജ് ഈസ് ആൻ എക്സ്പ്ലോസീവ്ലി ഹ്യൂമൻ മെത്തേഡ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ഐഡിയാസ്, തോട്ട്, ഇമോഷൻസ് ആൻഡ് ഡിസയേഴ്സ്. അഥവാ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഹ്യൂമൻ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഐഡിയാസ് ആണ്. മനുഷ്യന് ആശയങ്ങൾ കൈമാറാനുള്ള, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് കൈമാറാനുള്ള, അതല്ലെങ്കിൽ അവരുടെ ഡിസയേഴ്സ് കൈമാറാനുള്ള ഒരു മെത്തേഡാണ് ലാംഗ്വേജ് എന്നാണ് സാപ്പിന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് റൂട്ടഡ് ഇൻ ഇൻസ്റ്റിങ്ക്ട് ആൻഡ് എംപ്ലോയ്സ് എ സിസ്റ്റം ഓഫ് സ്ട്രക്ചേർഡ് സിംബൽസ്. അത് നമ്മൾ ഓൾറെഡി നമ്മളൊരു ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ആദ്യം ജനിച്ചപ്പോൾ തന്നെ വന്നൊരു സാധനം എന്നല്ല, പക്ഷെ എംപ്ലോയ് സിസ്റ്റം ഓഫ് സ്ട്രക്ചേർഡ് സിംബൽസ്. നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് സ്ട്രക്ചേർഡ് സിംബൽസിലൂടെ ലാംഗ്വേജിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഒരു സാപ്പിന്റെ ഒരു ഡെഫിനിഷൻ അങ്ങനെ. ദെൻ ബ്ലോക്ക് ആൻഡ് ട്രാഗർ എന്നുള്ള അവരുടെ ഡെഫിനിഷൻ പറയുന്നത് ലാംഗ്വേജ് സിസ്റ്റം ഓഫ് ആർബിട്രറി സൗണ്ട് സിംബൽസ് ബൈ മീൻസ് ഓഫ് വിച്ച് എ ഗ്രൂപ്പ് സോഷ്യൽ ഗ്രൂപ്പ് ഇന്ററാക്ട്സ്. അപ്പൊ ലാംഗ്വേജിലൂടെ അതൊരു സിസ്റ്റം ഓഫ് ആർബിട്രറി സൗണ്ട് ആണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ആർട്ടിക്കുലേഷൻസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ആർബിട്രറി സൗണ്ടുകളാണ്, ആ സൗണ്ട് സിംബൽസ് ആണ്. അത് എന്ത് ചെയ്യാണ്, സോഷ്യൽ ഇന്ററാക്ഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ഉപയോഗിക്കുകയാണ്. സോഷ്യൽ ഗ്രൂപ്പുകൾ അവരുടെ ഇന്ററാക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റം ഓഫ് ആർബിട്രറി സൗണ്ട്സ് ആണ് ആക്ച്വലി ലാംഗ്വേജ്. അപ്പൊ ഇതിന്റെ വേറെയും ഡെഫിനിഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയ ഒരു ഡെഫിനിഷൻസ് നോക്കിയിട്ട് വായിക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാവുന്നത്. ഓക്കെ, ദെൻ കോൺസെപ്റ്റ് ഓഫ് ലാംഗ്വേജ്. ഇത് ഏകദേശമൊക്കെ എല്ലാ പോയിന്റുകളും ഇങ്ങനെ സെയിം ആയിട്ട് തന്നെയാണ് വരിക. ലാംഗ്വേജ് ഇസ് എ മിറർ വിച്ച് ഷോസ് ദ ഹ്യൂമൻ മൈൻഡ്. ഭാഷ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മനസ്സിനെ റിഫ്ലക്ട് ചെയ്യുന്ന മിറർ ആണെന്നാണ് പറഞ്ഞത്. 1. 2, ഇറ്റ് ഇസ് ആൻ ഇൻസെപ്പറബിൾ പാർട്ട് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ലാംഗ്വേജ്. എസെൻഷ്യൽ ഫോർ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ അവർ കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു പോയിന്റ് ഇഷ്ടം പോലെ തവണ വരും കേട്ടോ. ലാംഗ്വേജ് ഈസ് എസെൻഷ്യൽ ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ആൻഡ് മാൻസ് ലാംഗ്വേജ് ഈസ് ഡിഫറെന്റ് ഫ്രം ദ സൗണ്ട് സയൻസ് ഓഫ് ആനിമൽസ്.
നോക്കുകയാണെങ്കിൽ ആനിമൽസിന്റെ സൗണ്ടുകളിൽ നിന്ന് മനുഷ്യരുടെ ലാംഗ്വേജും അവരുടെ കമ്മ്യൂണിക്കേഷൻസ് ഡിഫറെന്റ് ആണെന്നാണ് പറയുന്നത്. ദെൻ നമ്മുടെ ലാംഗ്വേജിന്റെ ചില പ്രത്യേകതകൾ ആർബിട്രറി, സോഷ്യൽ, സിംബോളിക്, സിസ്റ്റമാറ്റിക് എക്സെട്ര അത് ഇനി പറയുന്നുണ്ട്. ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പഠിക്കാം. ഓക്കെ, നമ്മുടെ ഭാഷയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഫീച്ചേഴ്സ് ഓഫ് ലാംഗ്വേജ് എന്നാണ് ഇതിന്റെ ഹെഡ്ലൈൻ. അങ്ങനെ കൊടുത്തിട്ടില്ല, ഞാനായിട്ട് കൊടുത്തതാണ്. ഒന്ന്, ലാംഗ്വേജ് ഈസ് ആർബിട്രറി. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് കേട്ടാൽ അങ്ങനെ തന്നെ അത് നമുക്ക് മനസ്സിലാവാൻ ലേശം ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന്, ലാംഗ്വേജ് ഈസ് ആർബിട്രറി എന്നാണ് കേട്ടോ. അപ്പൊ ഇതിൽ 6 ഫീച്ചേഴ്സ് ആണ്, 8 ഫീച്ചേഴ്സ് പഠിക്കാനുണ്ട്. 6 ഈ ഒരു സ്ലൈഡിൽ ഉള്ളത്. ഓക്കെ, ഒന്ന്, ലാംഗ്വേജ് ഈസ് ആർബിട്രറി എന്നാണ്. ദാറ്റ് മീൻസ് ദർ ഇസ് നോ നാച്ചുറൽ റിലേഷൻ ബിറ്റ്വീൻ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ കാക്ക എന്നുള്ള മലയാളത്തിൽ, അല്ലെങ്കിൽ ഒരു ക്രോ, അല്ലെങ്കിൽ ഡോഗ് എന്നുള്ളൊരു വേർഡ് വെച്ചിട്ട് ആ ഒരു നായ എന്നുള്ള സാധനവുമായിട്ട് ഒരു ബന്ധമില്ല അല്ലേ. നമുക്കിപ്പോ ഡോഗ് എന്ന് കേട്ടാൽ എന്താന്ന് അറിയുന്നോണ്ട് മനസ്സിലാവും, പക്ഷെ നമുക്ക് അല്ലാണ്ട് മനസ്സിലാവില്ല. ഇപ്പൊ ചൈനീസിൽ വേർഡ് കേട്ടാൽ അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുമോ? ഇല്ല ഇല്ല. ഇല്ല. അറിയുന്നതാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാമ്യം ഉണ്ട് തോന്നുന്ന ഇതിലുണ്ടോ? പേരും ആ വസ്തുവും തമ്മിൽ കേട്ടാൽ തന്നെ മനസ്സിലാവും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പേര് കേട്ടാൽ തന്നെ അത് എന്താ സാധനം മനസ്സിലാവും. ഏത് ഭാഷക്കാർക്കും ആ ലാംഗ്വേജ് അറിയില്ലെങ്കിലും മനസ്സിലാവും. അങ്ങനെ ഒരു വേർഡ് പറയാൻ കഴിയും ആർക്കെങ്കിലും? കഴിയില്ല തോന്നുന്നു. അതാണ് സൈലന്റ് ആയി നിൽക്കുന്നത് തോന്നുന്നുണ്ട്. എനിക്കും കഴിയില്ല. ഓക്കെ, സോ ലാംഗ്വേജ് ഈസ് ആർബിട്രറി. ദർ ഇസ് നോ കണക്ഷൻ ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. ഓക്കെ, സെക്കൻഡ് വൺ, ലാംഗ്വേജ് ഈസ് സോഷ്യൽ എന്നുള്ളതാണ്. ഇറ്റ് ഹെൽപ്സ് പ്രൊമോട്ടിങ് സോഷ്യൽ റിലേഷൻഷിപ്പ്. നമുക്ക് സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ലാംഗ്വേജ് നിർബന്ധമാണ്. നമ്മുടെ കൾച്ചർ ഇംപ്രൂവ് ചെയ്യാന്, സോഷ്യൽ റിലേഷൻസ് ഉണ്ടാക്കാന്, സോഷ്യൽ ഹാർമണി, നമ്മുടെ സമൂഹത്തിൽ ഒരു ഐക്യം, ഒരു യൂണിറ്റി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ലാംഗ്വേജ് നിർബന്ധമാണ്. അങ്ങനത്തെ നമ്മൾ ലാംഗ്വേജിലൂടെ തന്നെയല്ലേ നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്? സൊസൈറ്റിയുമായി കോണ്ടാക്ട് ചെയ്യുന്നത് ഭാഷ കൊണ്ട് തന്നെയല്ലേ? Yes, sir. Yes. So that is why language is social. Third one, language is symbolic. നമുക്കറിയാം ഭാഷ എന്ന് പറഞ്ഞാൽ കുറച്ച് സിമ്പിൾസ് ആണ് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞ തമിഴോ അല്ലെങ്കിൽ നിങ്ങള് പിന്നെ ഇപ്പൊ ചൈനീസ് ഭാഷ, ഹിന്ദി ഒക്കെ എടുത്തുകയാണെങ്കിൽ കുറെ വരകളും ഇതും കണ്ടില്ലേ, എങ്ങനെയാ അവർ എഴുതാന്ന് പോലെ നമുക്ക് ഭയങ്കര ഡൗട്ട് ആവും. മലയാളം നമുക്കിപ്പോ റാ എന്നൊക്കെ എഴുതുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നുന്നു. ചൈനീസിലൊക്കെ ലെറ്റേഴ്സ് കുറെ വരകളും കുത്തുകളും വരച്ച് കണ്ടിട്ടില്ലേ നിങ്ങള്? സിമ്പിൾസ് ആണത്. ഓക്കെ, ലാംഗ്വേജ് കുറച്ച് യുണീക് സിമ്പിൾസ് ആണ്. ദാറ്റ് ഇസ് വൈ ലാംഗ്വേജ് സിംബോളിക്. ദെൻ ലാംഗ്വേജ് സിസ്റ്റമാറ്റിക്. എന്നാൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക്കലി അറേഞ്ച്ഡ് ആണ്. നമുക്കറിയാം ഒരു സബ്ജക്ട് സെന്റൻസ് പൂർത്തിയാവണമെങ്കിൽ അതിന് സബ്ജക്ട് വേണം, വെർബ് വേണം, ഒബ്ജക്റ്റ് വേണം, അങ്ങനെയൊക്കെയുള്ള കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്. സോ അത് സിസ്റ്റമാറ്റിക്കലി സ്ട്രക്ചേർഡ് ആണ് അല്ലെ. ഒരു ലാംഗ്വേജിലെ ഏറ്റവും അതിന്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഭാഷയിലെ ഏറ്റവും, ഇപ്പൊ ഇംഗ്ലീഷിൽ സങ്കല്പിക്കുക, ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയുന്ന ഭാഷ. ഇംഗ്ലീഷിൽ ഏറ്റവും ബേസിക് ഫോം ഓഫ് ലാംഗ്വേജ് എന്താ? ഏറ്റവും ചെറിയ യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് എന്താ ഇംഗ്ലീഷില്? വേർഡ്സ് അല്ലേ സർ? വേർഡ്സ് ചെറുതാക്കാൻ പറ്റൂല. ഫസ്റ്റ് ലെറ്റേഴ്സ് ആണ്. സെക്കൻഡ് വൺ ലെറ്റേഴ്സ് ചേർത്തിട്ടുണ്ടാവാ. വേർഡ്സ് ചേർന്നിട്ട് സെന്റൻസ് അല്ല, പിന്നെ ഫ്രേസ്. ഫ്രേസ്. ആരാ പറഞ്ഞേ? ഞാനാ. ആയിക്കോട്ടെ, ഞാനാ പറഞ്ഞു. വേർഡ്സ് ചേർന്നിട്ട് ഫ്രേസ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഫ്രേസ് പിന്നെ നെക്സ്റ്റ് എന്താ? സെന്റൻസ് അല്ല. ഫ്രേസസ് ചേർന്നാൽ എന്ത്? എവിടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒക്കെ എടുത്ത ആൾക്കാര്? ക്ലോസ് നേടണോ? ക്ലോസ് എന്താ പറഞ്ഞ കേട്ടില്ല. ക്ലോസ് CLAUSE ക്ലോസ്. അതിനെ എതിർത്ത് അങ്ങനെയൊന്നും സംഭവമില്ല.
അല്ല ക്ലോസ് പറഞ്ഞാല് ഇൻകംപ്ലീറ്റ് നമ്മളെ ഇപ്പോ പിന്നെ സെന്റൻസ് മുഴുവനാകാത്ത സെന്റൻസുകളെ ഏകദേശം സെന്റൻസ് പോലെ തന്നെ. പക്ഷെ ഇപ്പോ വെൻ യു കം വിത്ത് മീ, നീ എന്റെ കൂടെ വരുമ്പോൾ, അതൊരു ക്ലോസ് ആണ്. ശരിക്കും ഒറ്റയ്ക്ക് നിൽക്കൂല സെന്റൻസ്, പിന്നെ സെന്റൻസ് ആണ്. ഓക്കെ, 30 കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട് എന്ന് പറഞ്ഞതാണ്. ആൻഡ് ലാംഗ്വേജ് ഈസ് വോക്കൽ ഇൻ നേച്ചർ. ആരോ ഒരാള് മൈക്ക് മ്യൂട്ട് ആക്കാണ്ട് ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ, സൗണ്ട് കേൾക്കുന്നുണ്ട്. സോ ലാംഗ്വേജ് ഈസ് വോക്കൽ ഇൻ നേച്ചർ ആണ്, അഥവാ നമുക്കറിയാം വോക്കൽ സൗണ്ടുകളാണ്. ഓക്കെ, നമ്മളെ വോക്കൽ കോഡ്സ് ഉണ്ടാകുന്ന വോക്കൽ സൗണ്ടുകളാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ലാംഗ്വേജ് ഈസ് വോക്കൽ ആൻഡ് ലാംഗ്വേജ് ഈസ് നോൺ ഇൻസ്റ്റിങ്റ്റീവ്. നമുക്കറിയാം ചൈൽഡ് ലേൺസ് ലാംഗ്വേജ് ത്രൂ ഇറ്റ്സ് എഫേർട്ട്. ഒരു വലിയ എഫേർട്ടോട് കൂടി കുട്ടികൾ ഭാഷ പഠിച്ചെടുക്കുന്നതാണ്. ഓക്കെ, ഇത് ജനറ്റിക്കലി ഓർ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പം പിന്നെ നമുക്ക് ലാംഗ്വേജ് നമ്മൾ ജനിച്ചതിന് ശേഷം പഠിച്ചെടുക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ്. ലാംഗ്വേജ് ഈസ് പ്രൊഡക്റ്റീവ്. കാരണം മെനി വേർഡ്സ് ആർ ക്രിയേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് അഡ്വാൻസ്മെന്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. നമുക്ക് പ്രൊഡക്റ്റീവ് ആണ്, ലാംഗ്വേജ് കൊണ്ട് പലതും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അഡ്വാൻസ് സയൻസിലും ടെക്നോളജിയിലൊക്കെ ഒരുപാട് ടേംസ് പുതിയതുണ്ട് അല്ലേ. നമുക്ക് പിന്നെ പുതിയ ഒരുപാട് ടേംസ് നമ്മൾ കോയിൻ ചെയ്ത് എടുക്കാറുണ്ട്. അങ്ങനെ ഒരു ടേംസ് നിങ്ങൾ അറിയോ? നമ്മൾ പുതിയ കോയിനേജിന്റെ ഭാഗമായിട്ട് വന്ന വേർഡ്സ് നിങ്ങൾ അറിയോ? പുതിയ വാക്കുകൾ ഇപ്പൊ അടുത്തുണ്ടായ വാക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ അറിയോ? ഗൂഗിൾ ചെയ്യാന്ന് പറയണ. ഗൂഗിളോ? എന്താണ് ഗൂഗിൾ എങ്ങനെ വന്നേ? ഗൂഗിളിന്റെ ഉപയോഗം കൊണ്ട് തന്നെയാണ് ഗൂഗിളിംഗ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ചെയ്യാന്ന് ഒരു പുതിയ അതൊരു യൂസേജ് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് കോയിൻ ചെയ്തെടുത്ത പുതുതായി ഉണ്ടാക്കിയെടുത്ത വാക്കുകൾ അതെങ്കിലും അറിയോ? ഇല്ല. അപ്പൊ ഒരു വാക്ക് കിട്ടോ, നമ്മളിപ്പോ ഞാൻ പോകുന്ന കോളേജിലെ സംഘടന അവരുടെ ഒരു പ്രോഗ്രാമാണ് പ്രോഫ്കോൺ എന്ന് പറയും. പ്രൊഫഷണൽ കോൺഫറൻസ് എന്നാണ്. പ്രൊഫഷണൽ കോൺഫറൻസിനെ കൂട്ടിച്ചേർത്ത് പ്രോഫ്കോൺ എന്നുള്ള ഒരു വാക്ക് ഉണ്ടാക്കിയ. ഇന്ന് ഞാൻ ഒരു ടേം കണ്ട്, എവിടെ അറിയോ? ബ്രോയോ? ബ്രോ നമ്മൾ ബ്രദറിന് ബ്രോ എന്ന് വിളിക്കുന്നില്ലേ? അത് നമ്മൾ മടിയോണ്ട് ചുരുക്കിയതല്ലേ? അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ മറ്റേതും പറഞ്ഞത്. അല്ല, അത് പോലും ഉണ്ടാക്കിയതാണ്. ഇന്ന് വയനാട് മണ്ഡലത്തിൽ ആരാ ജയിച്ചേ? പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഗാന്ധി വയനാട് ജയിച്ചില്ലേ? അപ്പൊ ഒരു കോയിൻ ചെയ്ത് പത്രപ്രവർത്തനം ഉണ്ടാക്കിയ ഒരു വേർഡ് എന്താ പറയുക? അത് ശ്രദ്ധിച്ചോ? എന്താ പ്രിയങ്ക അല്ല, പ്രിയനാട്. വയനാടിന്റെ നാടും പ്രിയങ്ക ഗാന്ധിന്റെ പ്രിയനാട്. ഓക്കെ, അപ്പൊ ലാംഗ്വേജ് ഈസ് പ്രൊഡക്റ്റീവ്. ലാംഗ്വേജ് ഈസ് കൺവെൻഷണൽ. കാരണം ഒരു സോഷ്യൽ കൺവെൻഷനിലൂടെ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ സിറ്റുവേഷൻസിലൂടെ ഒക്കെ നമുക്ക് പാസ് ചെയ്ത് കിട്ടുന്ന ഒന്നാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമുക്ക് ട്രഡീഷണലി ആയിട്ടൊക്കെ നമുക്ക് പാസ് ചെയ്ത് കിട്ടുന്നതാണ് ലാംഗ്വേജ്. അപ്പൊ ഇങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ്, ഒരു 8ഓളം ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇതൊരു ഇമ്പോർട്ടന്റ് ഏരിയ തന്നെയാണ് കേട്ടോ ലാംഗ്വേജിന്റെ. ഇനി അടുത്തൊരു ഇതിലേക്ക് പോകുമ്പോൾ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ് ആണ്. എന്തിന് ഭാഷ പഠിക്കണം? ഭാഷ പഠിക്കുന്നതിന്റെ അപ്പോ ഇനി ഇത് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ എയിംസും ഒബ്ജക്റ്റീവ്സ് അതൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും കേട്ടോ, കുറെ പോയിന്റുകൾ. ഒന്ന്, എയിംസ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ആണ് ഫസ്റ്റ്. ഓക്കെ, ലാംഗ്വേജ് ടീച്ചിങ് ആണ്. എന്തിനാണ് ഭാഷ പഠിപ്പിക്കുന്നത്? റൈറ്റ്. ഒന്ന്, ഡെവലപ്പ് ബേസിക് സ്കിൽസ് ഇൻ LSRW. എന്താ LSRW? റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഓക്കെ, അപ്പൊ ഒരു കുട്ടിക്ക് എന്ത് വേണം? ലാംഗ്വേജിൽ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗിൽ ബേസിക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. 2, എഫേർട്ട്ലെസ് എക്സ്പ്രഷൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്താണ് എഫേർട്ട്ലെസ് എക്സ്പ്രഷൻ എന്നൊക്കെ. അത് ഡെവലപ്പ് ചെയ്യണം. എന്താ എഫേർട്ട്ലെസ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാല്? നമ്മള് പോയ ആളുകൾ ഒക്കെ പറഞ്ഞിരുന്നില്ലേ, ഇംഗ്ലീഷ് അല്ല ഹിന്ദി അറിയാത്തതുകൊണ്ട് പഞ്ചാബിൽ ബോർഡറിൽ പോയി കുടുങ്ങി എന്നൊക്കെ പറഞ്ഞ ഒരാൾ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിരുന്നല്ലോ, എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു. അഥവാ നമുക്ക് ലാംഗ്വേജ് കൃത്യമായിട്ട് അറിയെങ്കിലും വി ക്യാൻ ഈസിലി കൺവേ അവർ ഐഡിയ. ലാംഗ്വേജ് അറിയില്ലെങ്കിൽ നമ്മൾ വി വിൽ ടേക്ക് എഫേർട്ട് ടു കൺവേ മൈ മെസ്സേജ് ടു അതർ ഓപ്പോണന്റ് പേഴ്സൺ. മറ്റൊരാളോട് സംസാരിക്കാൻ നമ്മൾ കയ്യും കാലും കാണിച്ച് ആക്ഷനും അഭിനയിച്ചും ഒക്കെ കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നു പറയണേ. അതിനൊരു എഫേർട്ട് ഉണ്ടല്ലോ. 3rd വൺ, ഡെവലപ്പ് സ്കിൽസ് ഇൻ ഇന്റർപ്രിട്ടേഷൻ, അനാലിസിസ്, ഇവാലുവേഷൻ, ക്രിറ്റിസിസം. അങ്ങനെ അതൊരു എക്സെട്ര ആയിട്ട് പറയാവുന്നതാണ്.
കാരണം കുട്ടികൾക്ക് ലാംഗ്വേജ് പഠിച്ചാലാണ് ഇന്റർപ്രറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. ഓക്കെ, അതിന് ഭാഷ വേണം. 4, മേക്കിംഗ് ലാംഗ്വേജ് എ വെഹിക്കിൾ ഓഫ് തോട്ട്. നമ്മുടെ ചിന്തകളുടെ ഒരു വെഹിക്കിൾ, നമ്മുടെ ചിന്തകളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ലാംഗ്വേജ് ആണ്. 5, കൾട്ടിവേറ്റ് സെൻസ് ഓഫ് റെസ്പെക്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കൾച്ചർ ആൻഡ് ഹെറിറ്റേജ്. നമുക്ക് ഒരു സെൻസ് ഓഫ് റെസ്പെക്ട്, വേറൊരാളോട് നമുക്ക് റെസ്പെക്ട് ഉണ്ടാക്കാന്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കൾച്ചർ മനസ്സിലാക്കാന്, അവരുടെ സിറ്റുവേഷൻസും കൾച്ചറും അവരുടെ ബിഹേവിയറും അതൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് ഒരാളുടെ റെസ്പെക്ട് കൊടുക്കണമെങ്കിലും ബിഹേവ് ചെയ്യണമെങ്കിലും വി നീഡ് എ ലാംഗ്വേജ്. ഇങ്ങനെ ഒരു 5 എയിം പറഞ്ഞിട്ടാണ്. ഇത് ഈ 5 എയിമേ പറ്റുള്ളൂ എന്ന് ഒരിക്കലും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളതായ എയിമുകളൂടെ ആഡ് ചെയ്യാം. റൈറ്റ്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ലാംഗ്വേജ്. അപ്പൊ എയിംസും ഒബ്ജക്റ്റീവ്സും രണ്ടായിട്ട് ഇവിടെ കൊടുത്തിരിക്കണേ. എന്നാൽ ഏകദേശം ഒരുപോലെ തന്നെയാണ് വരിക. ഒബ്ജക്റ്റീവ്സ് എഴുതുമ്പോൾ 2 വെച്ചിട്ട് എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 2 വെച്ചിട്ടാണ് ഒബ്ജക്റ്റീവ്സ് തുടങ്ങുക. എയിംസ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഇപ്പൊ തന്നിട്ടുള്ളത്. അപ്പം ടു ഡെവലപ്പ് ദ സ്കിൽ ഓഫ് കോഹറന്റ് റൈറ്റിംഗ്, അഥവാ ഒരു കണ്ടന്റ് റൈറ്റിംഗ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദ റൈറ്റിംഗ് കോണ്ടന്റ്സ്, നമുക്ക് കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് എന്തെങ്കിലും എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ലാംഗ്വേജ് വേണം. ടു ഡെവലപ്പ് ചിൽഡ്രൻസ് ക്രിയേറ്റിവിറ്റി, അവരുടെ ക്രിയേറ്റിവിറ്റി വളർത്തി കൊണ്ടുവരാൻ, കുട്ടികളുടെ റൈറ്റിംഗിലെയും സ്പീക്കിങ്ങിലെയും എല്ലാ ക്രിയേറ്റിവിറ്റിയും വളർത്തി കൊണ്ടുവരണമെങ്കിൽ ലാംഗ്വേജ് വേണം. ദെൻ ടു ഡെവലപ്പ് സെൻസിറ്റിവിറ്റി, എല്ലാതിനോടും ഒരു സെൻസിറ്റീവായിട്ട് പെരുമാറാൻ, അല്ലെങ്കിൽ കാര്യങ്ങളെ സെൻസിറ്റീവായി മനസ്സിലാക്കാൻ നമുക്ക് ലാംഗ്വേജ് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ജനറൽ ആയിട്ട് പറഞ്ഞ കുറച്ച് ആശയങ്ങൾ മാത്രമാണ്. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഇനിയും ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ വന്നിട്ടാണ് 2 ഇല്ല കേട്ടോ, ഈ ഒറ്റ സ്ലൈഡേ ഉള്ളൂ. ദെൻ ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് ആണ്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജിൽ ആദ്യം ഒരു 4 ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ബേസിക് ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ട് വേറെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എനിക്കത് കാണുന്നുണ്ടാവും. ഒന്ന് പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറഞ്ഞാല് ദ ബേസിക് കമ്മ്യൂണിക്കേഷൻ ടൂൾ ആണ്. ലാംഗ്വേജ് ഈസ് എ ബേസിക് കമ്മ്യൂണിക്കേഷൻ ടൂൾ. പ്രധാനപ്പെട്ട നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ ഒരു ടൂളാണ് എന്ത്? ലാംഗ്വേജ്. അതുപോലെ തന്നെ ഇറ്റ് റിഫ്ലക്ട്സ് ദ പേഴ്സണാലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് കൾച്ചർ ഓഫ് സൊസൈറ്റി. റിഫ്ലക്റ്റിൽ അവിടെ WLS ആണ് കേട്ടോ. നമ്മുടെ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ നമുക്ക് അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് കൊണ്ട് അളക്കാം. പറ്റുമോ? ഒരാൾ സംസാരിക്കുന്നത് കേട്ടാല് അദ്ദേഹത്തിന്റെ കൾച്ചർ, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി നമുക്ക് മനസ്സിലാക്കാം എന്നാണ് പറയണേ. പറ്റുമോ? ലാംഗ്വേജ് കൊണ്ട് മാത്രം പറ്റുമോ? ഒരു പരിധി വരെ മാത്രം പറ്റില്ല, കുറച്ചൊക്കെ മനസ്സിലാക്കാം അല്ലെ? ഒരു പരിധി വരെ മനസ്സിലാക്കാം. അപ്പൊ നമ്മളൊരു സൊസൈറ്റിന്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ഭയങ്കര കൾച്ചറൽ ആളാണ്, നമ്മൾ ഭയങ്കര പേഴ്സണാലിറ്റി ഉള്ള ആളാണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ സംസാരത്തിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മുടെ വാക്കുകള്, വേർഡ്സ് എങ്ങനത്തെ വേർഡ്സ്? വാക്കുകൾ എന്ന് പറഞ്ഞാൽ പോലെ ശരിക്കും പറ. വേർഡ്സ് എങ്ങനത്തെ? ഫോർമൽ വേർഡ്സ്. ഫോർമൽ വേർഡ്സ് ഉപയോഗിക്കാം. ഒന്ന്, ഒരു ക്ലൂ. 2, സൗണ്ട് എങ്ങനെ വേണം? ലൗഡ് സൗണ്ട് വേണോ? മോഡറേറ്റ് വേണോ? ലോ വേണോ? മോഡറേറ്റ്. ഓക്കെ, മോഡറേറ്റ് ഓർ ലോ അത് മതി. ലൗഡ് സൗണ്ട് ആർക്കും അത്ര അരോചകമല്ല. പിന്നെ നമ്മൾ അവരടുത്ത് നമ്മൾ ഓവർ ടോക്ക് ചെയ്യണോ? അതല്ല ആവറേജ് കീപ്പ് ചെയ്യണോ? മിനിമം സംസാരിക്കണോ? ആവറേജ് ആണ്. പക്ഷെ കുറച്ചുകൂടി നിങ്ങൾക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, കുറച്ചുകൂടി നിങ്ങൾ ശരിക്കും അവരെ പിടുത്തം കിട്ടരുത് എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ മിനിമം സംസാരിച്ചാൽ മതി. ഓക്കെ, സംസാരം എത്ര കുറക്കണോ അത്രയും നമ്മൾ ഭയങ്കര സീരിയസ് ആണ്, നമ്മൾ ഭയങ്കര എന്തോ സംഭവമാണെന്ന് ആളുകൾക്ക് തോന്നിപ്പോകും. പിന്നെ മിക്സിംഗ് ഓഫ് ബൈലിംഗ്വലിസം ഉപയോഗിക്കണത് എങ്ങനെയാ? 2 ഭാഷകൾ അഥവാ ഇംഗ്ലീഷും മലയാളം കൂട്ടി സംസാരിക്കുക, അല്ലെങ്കിൽ മലയാളം മാത്രം സംസാരിക്കുക. ഇതിൽ ഏതാ നല്ലത്? ഇപ്പൊ ഇംഗ്ലീഷ് സംസാരിച്ച് ഭയങ്കര സ്റ്റാൻഡേർഡാന്നുള്ള ഒരു മെന്റാലിറ്റി അപ്പൊ ഉള്ളത്. ഇംഗ്ലീഷ് അറിയുന്നൊരു സൊസൈറ്റീന്റെ ആ ഒരു തെറ്റായ ധാരണയെ നമ്മൾ എന്ത് ചെയ്യണം? നല്ലോണം യൂസ് ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളത്. കുറച്ചൊരു സ്റ്റാൻഡേർഡുള്ള ആളുകളെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ ഇങ്ങനെ ഇടകലർന്ന് തന്നെ ഉപയോഗിക്കുക. ഓക്കെ, അവിടെ പോയിട്ട് നമ്മൾ പച്ചമലയാളം പറയാൻ നിൽക്കണ്ട. ഓക്കെ,
പിന്നല്ലേ നമുക്ക് ഏറ്റവും ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ടൂളാണ് നമ്മളെ പോസ്, സൈലൻസ്. സൈലൻസ് ആണ് സീരെ പിടിച്ച കിട്ടാത്തൊരു സാധനം. ഒരാൾക്ക് നമ്മളെ കുറിച്ച് നല്ലൊരു ഇമേജ് ഉണ്ടാക്കാൻ ജസ്റ്റ് നമ്മൾ മിണ്ടാന്നാ മാത്രം മതി. ഓക്കെ, അപ്പൊ ഒരു ഫസി സിറ്റുവേഷനിൽ നമ്മൾ എത്തി, അവിടെ നമ്മൾ സൈലൻസ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ആളുകൾ നമ്മളെ ഭയങ്കരമായി വില മതിക്കും. റൈറ്റ്. ആൻഡ് ഹെൽപ്സ് ടു ഡെവലപ്പ് കൾച്ചർ ആൻഡ് ട്രാൻസ്മിറ്റ് ഇറ്റ്. അപ്പൊ സൊസൈറ്റീന്റെ കൾച്ചർ, പേഴ്സൺസിന്റെ കൾച്ചറൊക്കെ മനസ്സിലാക്കാൻ ലാംഗ്വേജ് ഉപയോഗിക്കും. ആൻഡ് ലാംഗ്വേജിന്റെ ഫംഗ്ഷൻ ആണ്. ആൻഡ് ഹെൽപ്സ് ടു കൾച്ചർ ആൻഡ് ട്രാൻസ്മിറ്റ് ഇറ്റ്. ലാംഗ്വേജും കൾച്ചറും നല്ല ബന്ധമുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരാളുടെ ലാംഗ്വേജ് കേട്ടാൽ അദ്ദേഹത്തിന്റെ കൾച്ചർ മനസ്സിലാക്കാം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയിൽ ഒരു നിലനിൽപ്പ് വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒക്കെ ലാംഗ്വേജ് വേണം. ഫംഗ്ഷനിങ് ആൻഡ് കൺട്രോൾ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്. നമ്മുടെ സൊസൈറ്റിയിൽ കുറെ ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ ഏജ് മേറ്റ്സ് ഉണ്ടാവാം, ക്ലാസ്മേറ്റ്സ് ഉണ്ടാവാം, വർക്ക് മേറ്റ്സ് ഉണ്ടാവാം, അങ്ങനെ കുറെ ഗ്രൂപ്പുകളുണ്ട്. അവരുടെ ഫംഗ്ഷനിങ് ഒക്കെ ലാംഗ്വേജ് കൊണ്ടാണ് നടക്കുന്നത്. ഇങ്ങനെ പ്രധാനപ്പെട്ട 4 ഫംഗ്ഷൻസ് ആണ് ആദ്യം തന്നത്. പിന്നെ 3 ബേസിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇൻഫർമേറ്റീവ് ഫംഗ്ഷൻ, എക്സ്പ്രസീവ് ഫംഗ്ഷൻ, ഡയറക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ഡയറക്ട്ലി എന്നല്ല, ഡയറക്റ്റീവ് ഫംഗ്ഷൻ ആണ്. അപ്പം എന്താണ് ഇൻഫർമേറ്റീവ് ഫംഗ്ഷൻ? ഇൻഫർമേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് ലാംഗ്വേജ് കൊണ്ട് ചില ഇൻഫർമേഷൻസ് പാസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ചില ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയാ, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ എന്താണ്? എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ അബൌട്ട് എ ടോപ്പിക് ഓർ ഇവന്റ് ഓർ തിങ്. ദാറ്റ് ഈസ് കോൾഡ് ഇൻഫർമേറ്റീവ് ഫംഗ്ഷൻ. 2 എക്സ്പ്രസീവ് ഫംഗ്ഷൻ ആണ്. നമ്മുടെ ഫീലിങ്സ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ ലാംഗ്വേജ് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് ദ എക്സ്പ്രസീവ് ഫംഗ്ഷൻ ഓഫ് ലാംഗ്വേജ്. 3rd വൺ ഡയറക്റ്റീവ് ഫംഗ്ഷൻ ആണ്. അഥവാ ഗിവ് ഡയറക്ഷൻസ്, കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കൊടുക്കുക. ഓക്കെ, ഒരാൾക്ക് നിർദ്ദേശം കൊടുക്കുക, ഗോ സ്ട്രൈറ്റ് ആൻഡ് ടേക്ക് ലെഫ്റ്റ് എന്നൊക്കെ പറയണേ ഡയറക്ഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ കം ഫാസ്റ്റ്. നിർദ്ദേശങ്ങളും റിക്വസ്റ്റും കമാൻഡും ഓർഡറും ഇതൊക്കെ ഡയറക്റ്റീവ് ഫംഗ്ഷൻസിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇൻഫർമേറ്റീവ് ഫംഗ്ഷൻ, എക്സ്പ്രസീവ് ഫംഗ്ഷൻ, ഡയറക്റ്റീവ് ഫംഗ്ഷൻ. ഇനി ഇവിടെ റോമൻ ജാക്കോബ്സൺ അദ്ദേഹത്തിന്റെ ഒരു 6 ഫംഗ്ഷൻസ് ഓഫ് ലാംഗ്വേജ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ, ഫംഗ്ഷൻസ് ഓഫ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഇത്തരത്തിൽ ലാംഗ്വേജിന്റെ ഫംഗ്ഷൻസ് പറഞ്ഞ ആളുകളുടെ പേരിലുള്ള ടേംസ് അതുപോലെ തന്നെ പഠിക്കണം. അതിൽ മാറ്റം വരുത്താൻ പാടില്ല. ഇപ്പൊ റെഫറൻഷ്യൽ ഫംഗ്ഷൻ, പോയറ്റിക് ഫംഗ്ഷൻ, ഇമോട്ടീവ് ഫംഗ്ഷൻ, കൊളേറ്റീവ് ഓർ ഡയറക്റ്റീവ് ഫംഗ്ഷൻ, ഫാക്റ്റിക് ഫംഗ്ഷൻ ഓർ കോർട്ടസി ഫംഗ്ഷൻ, ഇങ്ങനെ ഒരു 6 ഫംഗ്ഷൻസ് ഉണ്ട്. ഈ 6ഉം ഈ പേര് തന്നെ പഠിക്കണം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, ഒന്ന് റെഫറൻഷ്യൽ ഫംഗ്ഷൻ ആണ്, ഷെയറിങ് ഇൻഫർമേഷൻ വിത്ത് അൻ ഓഡിയൻസ്. നമ്മുടെ ഓഡിയൻസുമായിട്ട്, നമ്മൾ കേട്ടിരിക്കുന്ന ആളുകളോട് നമുക്ക് ഒരു ഇൻഫർമേറ്റീവ് ഫംഗ്ഷന്റെ പോലെ നമ്മൾ ജസ്റ്റ് അവർക്ക് ചില കാര്യങ്ങൾ റെഫർ ചെയ്യാം. അതാണ് റെഫറൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ പോയറ്റിക് ഫംഗ്ഷൻ ആണ്. പോയറ്റിക് ഫംഗ്ഷൻ എന്നാൽ നമ്മൾ ഒരു ഭാഷനെ എന്ത് ചെയ്യുക, ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെ, അഥവാ റെട്ടറിക് ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കാം, പോയറ്റിക് ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കാം. നിങ്ങൾ കവിതകളിലൊക്കെ കേട്ടിട്ടില്ലേ, ദ സ്കൈ ക്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്, ആകാശം കരയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മഴയെ പറയാറുണ്ട്. സോ അതേപോലെ നമ്മൾ ആലങ്കാരികമായി ഭാഷ കൊണ്ട് കാവ്യാത്മകമായി സംസാരിക്കാം. ഓക്കെ, അത് ഭയങ്കര അട്രാക്റ്റീവായി, ഭയങ്കര എന്താ പറയാ, ക്രിയേറ്റീവായി ലാംഗ്വേജ് ഉപയോഗിക്കാം. അതാണ് പോയറ്റിക് ഫംഗ്ഷൻ എന്ന് പറയണേ. ഓക്കെ, ഇതിന് റെട്ടറിക് ഫംഗ്ഷൻ എന്നൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. 3 ഇമോട്ടീവ് ഫംഗ്ഷൻ ആണ്. ദാറ്റ് മീൻസ് ഇമോഷൻസ് ആണ്, ടു എക്സ്പ്രസ് അവർ ഇമോഷൻസ് എന്നുള്ളതാണ് ഇമോട്ടീവ് ഫംഗ്ഷൻ. 4 കൊണേറ്റീവ് ഓർ ഡയറക്റ്റീവ് ഫംഗ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ദ അറ്റൻഷൻ ഓഫ് ദ ഓഡിയൻസ് ആണ്. ഒരാളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കാം. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ ആ ഒരു ഡയറക്റ്റീവ് ഫംഗ്ഷൻസിന്റെ ഒക്കെ പോലെ തന്നെയാണ്. നമ്മൾ ഒരാൾ റിക്വസ്റ്റ് ചെയ്യുക, കമാൻഡ് ചെയ്യുക, ഓർഡർ ചെയ്യുക, അതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. 5 ഫാക്റ്റിക് ഫംഗ്ഷൻ ഓർ കോർട്ടസി ഫംഗ്ഷൻ ആണ്. നമ്മൾ വളരെ താഴ്മയായി സംസാരിക്കാം, വളരെ കോർട്ടിയസ് ആയിട്ട് സംസാരിക്കുക. നമുക്ക് ഒരാളോട് ഒരു കാര്യങ്ങൾ ചോദിക്കാൻ, എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും കോർട്ടിയസ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഏതാ ഇംഗ്ലീഷില്? ഒരാളടുത്ത് നമുക്ക് ഒരു പേന എന്തെങ്കിലും ചോദിക്കണം, അപ്പൊ ഏറ്റവും കോർട്ടിയസ് ആണെന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ എന്താ? പ്ലീസ്. പ്ലീസ് അല്ലേ? പ്ലീസ് പോരാ. Kindly. അത് കേട്ടില്ല. Kindly. കൈൻഡ്ലി സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ പഠിപ്പിക്കാറുള്ളത് വെച്ചാൽ കുഡ് യു പ്ലീസ് എന്നുള്ളൊരു എക്സ്പ്രഷൻ ആണ്. ഇങ്ങനെ തന്നെ അതൊരു ഇതൊന്നും കേട്ടോ, അങ്ങനെ ട്രൂത്ത് അങ്ങനെയൊന്നും ഇല്ല. ദാറ്റ് മീൻസ് പൊതുവെ പറയാറുണ്ട് എന്നുള്ളതേ ഉള്ളൂ, അങ്ങനെ കാണാം. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫാക്റ്റിക് ഫംഗ്ഷൻ ഓഫ് ലാംഗ്വേജ്.
ദെൻ മെറ്റാ ലിംഗ്വിസ്റ്റിക് ഫംഗ്ഷൻ ആണ് ഓർ റിഫ്ലെക്സീവ് ഫംഗ്ഷൻ ആണ് ടോക്കിംഗ് അബൌട്ട് ദ ലാംഗ്വേജ് ഇറ്റ് സെൽഫ്. അഥവാ ഭാഷ കൊണ്ട് ഭാഷയെ കുറിച്ച് തന്നെ സംസാരിക്കാം. അത് മലയാളത്തെ കുറിച്ച് സംസാരിക്കാം. സോ ലെറ്റ് മീ സേ സംതിങ് അബൌട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. ഞാൻ ഇംഗ്ലീഷിൽ എന്ത് ചെയ്യാണ്, ഇംഗ്ലീഷിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, സോ അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ഫോറിൻ വേർഡ്സ് ടു ഗിവ് എ സ്പെഷ്യൽ മീനിങ് ഓർ എംഫസിസ്. നമുക്ക് വേണമെങ്കിൽ ഫോറിൻ വേർഡ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും ഈ ഒരു മെറ്റാ ലിംഗ്വിസ്റ്റിക് ഫംഗ്ഷനിൽ പറയുന്നുണ്ട്. ഓക്കെ, ടോക്കിംഗ് അബൌട്ട് ദ ലാംഗ്വേജ് ഇറ്റ് സെൽഫ് എന്നാണ്. ഭാഷയെ കുറിച്ച് തന്നെ ആ ഭാഷ കൊണ്ട് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ അതേ ഭാഷയാണെന്നില്ല, ഭാഷ കൊണ്ട് ഭാഷയെ കുറിച്ച് സംസാരിക്കാം, അത്രേ ഉള്ളൂ. സോ ഇതിനൊരു 6 ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് ആണ് പറഞ്ഞത്. ഇനി ജിയോഫ്രി ലീച്ച് എന്ന് പറയുന്ന വേറെ ഒരു സൈക്കോളജിസ്റ്റിന്റെ 5 ഫങ്ഷൻസ് ഉണ്ട്. ഇതാണ് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളെ DLED-ലൊക്കെ പഠിപ്പിക്കാനുള്ളത്. ഈ ഫങ്ഷൻസ് ആണ് ജിയോഫ്രി ലീച്ചിന്റെ 5 ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്. സെയിം ആണ് നേരത്തെ പഠിച്ചതിന്. ഇൻഫർമേഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഗിവ് ഇൻഫർമേഷൻസ്. ഒരാൾക്ക് നമ്മൾ ഇപ്പോൾ ഇറ്റ് ഈസ് എ പെൻ, ഇറ്റ്സ് മൈ മൊബൈൽ ഫോൺ എന്നൊക്കെ പറയുന്നത് ഇതൊരു മൊബൈൽ ഫോൺ ആണ് എന്ന് പറഞ്ഞു. ഇൻഫർമേഷൻ, ഗിവ് ഇൻഫർമേഷൻ, പാസ് ഇൻഫർമേഷൻ. 2 എക്സ്പ്രസീവ് ഫംഗ്ഷൻ ആണ്, ഫീലിംഗ്സും ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യാനുള്ള ഫംഗ്ഷൻ. 3 ഡയറക്റ്റീവ് ഫംഗ്ഷൻ ആണ്, ഗിവ് ഡയറക്ഷൻസ്, കമാൻഡ്, അത്തരത്തിലുള്ള ഫംഗ്ഷൻ. 4 എയ്സെറ്റിക് ഫംഗ്ഷൻ ആണ്. നമ്മൾ മുമ്പത്തെ സ്ലൈഡിൽ ഈ പോയറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. ഈ സ്ലൈഡിൽ അതിന്റെ വേറെ രൂപമാണ്, അതന്നെയാണ് എയ്സെറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അഥവാ പോയറ്റിക് വേർഡ്സ് ആൻഡ് എക്സ്പ്രഷൻസ് ലാംഗ്വേജ് കൊണ്ട് ഉപയോഗിക്കുക. നമ്മളെ ഈ പാട്ടുകളിലൊക്കെ ഇഷ്ടംപോലെ കാണാറുണ്ട്. നമുക്ക് അതിനൊരു കാവ്യാത്മകമായി ചിത്രീകരിക്കുന്ന, അങ്ങനെ ആർക്കെങ്കിലും അറിയോ? 2 പേര് മൂടാനൊക്കെ ആർക്കെങ്കിലും അറിയോ? എയ്സെറ്റിക് ഫംഗ്ഷനുള്ള ഏതെങ്കിലും ഒരു ലൈൻ ഉദാഹരണം അറിയോ പാട്ടുകളില്? മലയാളോ ഇംഗ്ലീഷോ തമിഴോ അറിയോ? കവിത എഴുതാറുണ്ട് സർ, പാടാനൊന്നും അറിയില്ല. എന്നാ കവിത ഒന്ന് എഴുതി കളിച്ചേ, ഒന്ന് വായിച്ച. അയ്യോ, ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിൽ അയച്ചു തരാം. ഓക്കെ, എന്നാ ഒരു എക്സ്പ്രഷൻ, ഒരു വരി അല്ലെങ്കിൽ 2 വരി. ഈ കുഞ്ഞുണ്ണി മാഷ് എഴുതിയ പോലെ 4 വരി കവിതയൊക്കെ എഴുതിയിട്ട് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്താ കുറച്ച് പേര്? അങ്ങനെ എഴുതില്ലേ? എന്റെ പേരോ? എനിക്ക് ആളെ ഞാൻ സ്ക്രീന് മാത്രമേ കാണും, അതുകൊണ്ടാ. ഷിബി മൃദുലാൽ. ശരി മുതലാൽ. ഓക്കെ, ബുക്സിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പേജ് ഞാൻ അയച്ചു തരാം. ഓക്കെ, ഗ്രേറ്റ്. അപ്പം പിന്നെ എയ്സെറ്റിക് ഫംഗ്ഷൻ 5 ഫാറ്റിക് ഫംഗ്ഷൻ ആണ്. നമ്മളില്ലേ ചില ആളുകളുണ്ടല്ലോ, നമ്മോട് ഇങ്ങനെ നമ്മൾ കോളേജിൽ പോകുമ്പോ എവിടുക്കാ പോണേ, അന്ന് കോളേജിക്കാണല്ലേ, നേരത്തെ ഇറങ്ങിയോ, അങ്ങനെ വെറുതെ എന്തെങ്കിലും ചോദിക്കൂലേ? അത് ജസ്റ്റ് ടു മേക്ക് എ റിലേഷൻ, ജസ്റ്റ് ടു കീപ് എ കോണ്ടാക്ട്. ദാറ്റ് ഈസ് ഫാറ്റിക് ഫംഗ്ഷൻ. ജിയോഫ്രി ലീച്ച് പറഞ്ഞത് ജസ്റ്റ് ഒരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി സംസാരിക്കുക. ഗുഡ് മോർണിംഗ് പറയാ, അതുപോലെ തന്നെ എന്തെങ്കിലും സുഖല്ലേ, എന്താ വർത്താനൊക്കെ ചോദിക്കുക. അതൊക്കെ എന്താണ്? ഫാറ്റിക് ഫംഗ്ഷൻ ഓഫ് ലാംഗ്വേജ് ആണ്. സോ ഹിയർ വി ഹാവ് 5 ഫംഗ്ഷൻസ് ഓഫ് ലാംഗ്വേജ്: ഇൻഫർമേഷണൽ ഫംഗ്ഷൻ, എക്സ്പ്രസീവ് ഫംഗ്ഷൻ, ഡയറക്റ്റീവ് ഫംഗ്ഷൻ, എയ്സെറ്റിക് ഫംഗ്ഷൻ ആൻഡ് ഫാറ്റിക് ഫംഗ്ഷൻ. ഓക്കെ, ജസ്റ്റ് ഇതിൽ ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഞാൻ ജസ്റ്റ് എനിക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ കിട്ടുമല്ലോ എന്നുള്ളതുകൊണ്ടാണ്. മുന്നേ 6 ഫംഗ്ഷൻ പറഞ്ഞില്ലേ? ഫാറ്റിക് അല്ലേ? ഫാറ്റിക്. അതിൽ ചെറിയ ഡിഫറൻസ് കാണാനുണ്ട്. മുന്നേ പറഞ്ഞില് ഇതായിരുന്നു കണ്ടത് അല്ലെ? അഥവാ കോർട്ടിയസ് വേർഡ്സ് ഓർ കോർട്ടിയസ് ഇതായിരുന്നു തന്നത്. ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് കൊടുത്തുകണേ. ജിയോഫ്രി ലീച്ചിന്റെ പിന്നെ എസ്റ്റാബ്ലിഷ് സോഷ്യൽ റിലേഷൻ. എന്നാരോ ഇത് 2 വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. നമ്മൾ ഒരാളടുത്ത് സംസാരിക്കുമ്പോൾ വളരെ കോർട്ടിയസ് ആയിട്ട് അവന്റെ കാര്യങ്ങൾ അന്വേഷിക്കും അല്ലേ? ഇപ്പോ ഹൗ ഇസ് ഗോയിങ്, എങ്ങനെ നമുക്ക് എങ്ങനെ എന്താ കാര്യങ്ങൾ എങ്ങനെ പോണു, അല്ലെങ്കിൽ ആർഎൻഡ് യു ഫൈൻ, അതൊക്കെ ഒരു കോർട്ടിയസ് തന്നെയാണല്ലോ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ലാംഗ്വേജ് ആണ്. ഒരു 10-11 ഇമ്പോർട്ടൻസ് ഉണ്ട്. അതില് റിപ്പീറ്റ് ചെയ്യും. 1, ലാംഗ്വേജ് ഈസ് മീൻസ് ഫോർ കമ്മ്യൂണിക്കേഷൻ, റിപ്പീറ്റിംഗ് ആണ്. വെഹിക്കിൾ ഓഫ് തോട്ട്സ്, റിപ്പീറ്റിംഗ് ആണ്. ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചർ, റിപ്പീറ്റിംഗ് ആണ്. മീഡിയം ഫോർ ട്രാൻസ്മിഷൻ ഓഫ് നോളജ്, അഥവാ അറിവ് ശേഖരിക്കുക. ദെൻ ഫണ്ടമെന്റൽ എക്സ്പ്രഷൻ ഓഫ് സോഷ്യൽ ഐഡന്റിറ്റി, നമ്മുടെ സോഷ്യൽ ഐഡന്റിറ്റി എക്സ്പ്രസ് ചെയ്യുക. 6 മീൻസ് ഓഫ് കൾച്ചർ ഐഡന്റിറ്റി, നമ്മുടെ കൾച്ചർ എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ കൾച്ചർ അക്വയർ ചെയ്യുക. 7 ലാംഗ്വേജ് സോഫ്റ്റ്വെയർസ്, ദാറ്റ് മീൻസ് സോഫ്റ്റ്വെയറുകളും ബാക്കിയുള്ള അങ്ങനത്തെ ഈ പിന്നെ എന്താ പറയാ അപ്ഡേഷൻസ്, അങ്ങനെ ഇലക്ട്രോണിക്കലി ലാംഗ്വേജിന് ഉപയോഗിക്കുന്നു എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഞാനിത് എനിക്കിതൊരു പുതിയ പോയിന്റ് ആണ്.
8 മീൻസ് ഓഫ് സോഷ്യലൈസേഷൻ അഥവാ മേക്കിംഗ് സോഷ്യൽ കണക്ഷൻ ആൻഡ് സോഷ്യൽ ബോണ്ട്, സോഷ്യൽ ഗ്യാങ്. 9 ഇമ്പോർട്ടൻറ്റ് ബിസിനസ് അഥവാ ടെക്നോളജിയിലും ലാംഗ്വേജ് ഉപയോഗിക്കുന്നു, ബിസിനസ്സിലും ലാംഗ്വേജും അഥവാ മേക്കിംഗ് എ ഡീൽ അല്ലെങ്കിൽ മണി ട്രാൻസാക്ഷൻ ഓർ ബിൽഡിംഗ് മേക്കിംഗ് എ ബോണ്ട്, ഇങ്ങനെയൊക്കെ പറ്റും ബിസിനസ്സിലൊക്കെ. 10 എക്കണോമിക് ആൻഡ് സോഷ്യൽ ബെനിഫിറ്റ്, സാമ്പത്തികമായിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കുക, സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാക്കുക, അതിനൊക്കെ ലാംഗ്വേജ് ഉപയോഗിക്കുക എന്താ പറയണേ. 11 ഓപ്പൺസ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് അഥവാ നമുക്കൊരു പുതിയ കരിയർ ഉണ്ടാക്കുക, നമുക്ക് നമ്മുടെ കരിയറിലെ ഫ്രണ്ട്സ് ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഈ കരിയർ ഉണ്ടാക്കുക, ഫ്രണ്ട്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്കല്ലേ നമ്മുടെ ഫ്രണ്ട്സിൽ നമ്മൾ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വൈബിനനുസരിച്ചുള്ള ഫ്രണ്ട്സ് അവർക്ക് ഉണ്ടാവുക. അവിടെ അവർക്ക് അക്കാഡമിക് ഫ്രണ്ട്സ് എന്നുള്ളൊരു ഗ്യാങ് കൂടി പറഞ്ഞു കൊടുക്കണം. നമ്മൾ അതേ ഡ്രീമുള്ള നമ്മളെ പോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് എന്ത് ചെയ്യുക, കമ്പനി കൂടുക. അത് നമ്മളെ ഒരുപാട് ബെറ്റർമെന്റ് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റിലേക്ക് നയിക്കും. ഓക്കെ, ഇപ്പോ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, ആ കുട്ടികളിൽ ഒരു 4-5 പേർക്ക് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ആ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട്, അവർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ അവരുടെ ഡ്രീമിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഓക്കെ, അതാണ് പ്രൊഫഷണൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാല്. അതേപോലെ നമ്മൾ തന്നെ ഇപ്പൊ നിങ്ങൾ ബി എഡ് പഠിക്കുമ്പോൾ ഇത്തരത്തിൽ ബി എഡ് ചെയ്യുന്ന ആളുകളുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കുക, അവരോട് നമ്മളെ കോഴ്സിനെ കുറിച്ച് സംസാരിക്കുക, ടോപ്പിനെ കുറിച്ച് സംസാരിക്കുക. അത് നമ്മളിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊഫഷണൽ ഫ്രണ്ട്സിന് ഉണ്ടാക്കാൻ ശ്രമിക്കുക എല്ലാവരും. ദെൻ ഇതൊക്കെ സിമ്പിൾ അല്ലേ, കാര്യങ്ങൾ സിമ്പിൾ അല്ലേ ഇതൊക്കെ? ഓക്കെ, ദെൻ പ്രൊഫിഷ്യൻസി ഓഫ് ഹോം ലാംഗ്വേജ് ആൻഡ് സ്കൂൾ ലാംഗ്വേജ് ആണ്. ഇനി നമ്മൾ 2 ഭാഷകളെ പരിചയപ്പെടാൻ പോവാണ്, ഹോം ലാംഗ്വേജ്, സ്കൂൾ ലാംഗ്വേജ്. ഭയങ്കര സിമ്പിൾ ആണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഹോം ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ലേൺസ് ഡ്യൂറിങ് ദ ഏർലി ചൈൽഡ്ഹുഡ് ഇൻ ദ ഹോം എൻവയോൺമെന്റ്. അത് വീട്ടിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ അമ്മന്റെ ഒക്കെ പഠിച്ച അല്ലെങ്കിൽ മദേഴ്സിന്റെ പഠിച്ച ലാംഗ്വേജ് എന്നുള്ളതാണ് ഹോം ലാംഗ്വേജ്. ലേൺ ഫ്രം ഫാമിലി ആൻഡ് നെയ്ബേഴ്സ്, അല്ലെ, കുടുംബത്തിൽ നിന്നും അയൽവാസികളെയൊക്കെ പഠിച്ച ഭാഷയാണ്. ഓൾസോ റെഫേർഡ് ആസ് ദ ഫസ്റ്റ് ലാംഗ്വേജ്, ഫാമിലി ലാംഗ്വേജ്, മദർ ടങ് ആൻഡ് നേറ്റീവ് ലാംഗ്വേജ്. ഹോം ലാംഗ്വേജിന് വേറെ വേറെ പേരുകളുണ്ട്. അതാണ് ഫസ്റ്റ് ലാംഗ്വേജ്, ഫാമിലി ലാംഗ്വേജ്, മദർ ടങ്, നേറ്റീവ് ലാംഗ്വേജ്. ഇതൊക്കെ ഒരേ പേരിൽ അറിയപ്പെടുന്ന ഭാഷകളാണ്. ഓക്കെ, ബ്ലൂഫീൽഡ് പറഞ്ഞു വെച്ചു, മദർ ടങ് ഈസ് ലേൺഡ് സിറ്റിംഗ് ഓൺ ദ ലാപ്പ് ഓഫ് ദ മദർ. മദർ ടങ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ മടിയിൽ നിന്ന് പഠിച്ച ഭാഷ എന്നാണ് അത്ര അർത്ഥം. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫസ്റ്റ് ലാംഗ്വേജ് ആണ്, അത് ഇൻസ്റ്റിങ്റ്റീവ് ആണ്. അഥവാ നമ്മൾ ജനിച്ചു വീണിട്ട് നമ്മൾ ഫസ്റ്റ് കിട്ടുന്ന നമ്മുടെ ഭാഷ അങ്ങനെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ജന്മനാൽ എന്ന് പറയാനതിന് പറ്റും എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ജനിച്ചാൽ ഫസ്റ്റ് കിട്ടുന്ന ഭാഷ ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. വെരി റാപ്പിഡ് അക്വിസിഷൻ ആണ്, അല്ലേ? നമ്മളൊക്കെ 1 വയസ്സ് 2 വയസ്സ് 2.5 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് ഭാഷ ഒരു വിധം പഠിക്കും. റാപ്പിഡ് ചേഞ്ചിങ് ആണ്, എങ്കിൽ റാപ്പിഡ് അക്വിസിഷൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്. നമുക്കറിയാം, നമുക്ക് മലയാളം, നമുക്കത് പൂർണ്ണമായി മലയാളം അറിയാം എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ആരോടും മലയാളം സംസാരിക്കാം, ആര് മലയാളം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും എന്നൊക്കെ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് കംപ്ലീറ്റ്. അല്ലേ, ഒരു ഓഡിയോ കേട്ടിരുന്നോ? ഒരാൾ KCBക്ക് വിളിച്ചൊരു വീഡിയോ അല്ല ഓഡിയോ. നവംബർ 1-ാം തീയതി ഒരാൾ KCBക്ക് വിളിച്ചൊരു ഓഡിയോ കേട്ടിരുന്നോ? കേരള ദിനമാണ്, മലയാളത്തിൽ മലയാളത്തിൽ സംസാരിക്കണം എന്നാണ് മൂപ്പര്. മലയാളത്തിൽ ഫുള്ള് സംസാരിച്ച് അവസാനം പറഞ്ഞു എന്ത് ഭാഷയുടെ ചോദിച്ച്. അങ്ങനെ ഒരു ഓഡിയോ ഉണ്ട് കേട്ടോ. അപ്പൊ അത് വെറുതെ കേൾക്കുന്നവർക്ക് കേൾക്കാൻ നല്ല രസമാണ്. മലയാളം എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ ഉപകാരപ്പെടും. ഓക്കെ, പിന്നെ നമ്മൾ സ്കൂളിൽ കുട്ടികൾ കളിക്കലുണ്ട്, മലയാളം മാത്രം പറഞ്ഞ് കളിക്കാറൊക്കെ ഉണ്ട്. ആൻഡ് ഇറ്റ് റിക്വേഴ്സ് ഇൻസ്ട്രക്ഷൻസ്. ഒരാൾ നമുക്ക് ഇൻസ്ട്രക്ഷൻ തരേണ്ട ആവശ്യമില്ല. മലയാളത്തിൽ ടെൻസ് പഠിപ്പിക്കേണ്ട, മലയാളത്തിൽ സബ്ജക്റ്റ് വെർബ് കർത്താവ് കർമ്മം ക്രിയ അതൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും, ഉപയോഗിക്കും. ഓക്കെ, ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഫസ്റ്റ് ലാംഗ്വേജ് ആണ്, ഇറ്റ് സെർവ്സ് ആസ് പേഴ്സണൽ ഓർ സോഷ്യൽ ഐഡന്റിറ്റി. അഥവാ നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആണ് നിങ്ങളുടെ സോഷ്യൽ ഐഡന്റിറ്റി ആണ്, പേഴ്സണൽ ഐഡന്റിറ്റി ആണ്. ആൻഡ് ഇറ്റ് പ്രസൻസ് റോൾ മോഡൽ ഇൻ സൊസൈറ്റി. നിങ്ങളെ റോൾ മോഡലായിട്ട് സമൂഹത്തിൽ നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് വേണമെങ്കിൽ അവതരിപ്പിക്കുന്ന പറയണേ. അഥവാ ആ ഭാഷയിൽ നമുക്ക് കൃത്യമായ പ്രാവീണ്യം ഉണ്ടാവുക. എക്സ്പ്രസ് ഇമോഷൻസ് ത്രൂ ദ ലാംഗ്വേജ് പറഞ്ഞതാണ്. അക്വയറിംഗ് നോളജ് ടേക്സ് പ്ലേസ് ഇൻ ദ ചൈൽഡ്സ് മദർ ടങ്. കുട്ടികള് ശരിക്കും പറയാറുള്ളത് 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മദർ ടങ്ങിലാണ് അവരെ പഠിപ്പിക്കേണ്ടത് എന്നൊക്കെയാണ്
പറയുന്നത്. അവർ അഡീഷണൽ ലാംഗ്വേജ് 5 വയസ്സിന് ശേഷമാണ് കുട്ടികൾക്ക് കിട്ടേണ്ടതെന്നൊക്കെയാണ് പറയാറുള്ളത്. ഓക്കെ, സോ കുട്ടികൾ നോളജ് സീവ് ചെയ്യുക അല്ലെങ്കിൽ സീക്ക് ചെയ്യുന്നതൊക്കെ അക്വയർ ചെയ്യുന്നതൊക്കെ മദർ ടങ്ങിലായിരിക്കും. ദെൻ ഫെസിലിറ്റേറ്റ് ബെറ്റർ ലേണിംഗ് ഫോർ എനി അതർ ലാംഗ്വേജ് ലേറ്റർ ഇൻ ലൈഫ്. മദർ ടങ് ശരിക്കും പഠിച്ചൊരു കുട്ടിക്കാണ് സെക്കൻഡ് ലാംഗ്വേജ് പിന്നീട് പഠിക്കാൻ കഴിയാന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഒരു ലാംഗ്വേജ് നമ്മൾ പഠിച്ചാൽ ബാക്കി ലാംഗ്വേജ് പഠിക്കാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് അവിടെ പറയുന്നത്. ഇനി ഹോം ലാംഗ്വേജ് കുട്ടികൾ പഠിച്ചെടുക്കുന്നതിൽ ഫസ്റ്റ് ലാംഗ്വേജ് പഠിക്കാൻ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ചിലപ്പോൾ നേരിടുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ? ഈ സ്ലൈഡ് വായിക്കാതെ നിങ്ങൾ പറഞ്ഞാണ്. മലയാളം പഠിക്കാൻ കുട്ടിക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടാവാറുണ്ടോ? നമ്മുടെ കുട്ടികളെ മാതൃഭാഷ എന്ന നമ്മുടെ മലയാളം പഠിച്ചെടുക്കാൻ എന്തെങ്കിലും തടസ്സം നേരിടാറുണ്ടോ? അതാണ് ക്വസ്റ്റ്യൻ. ഇപ്പത്തെ കുട്ടികൾക്ക് പറയുന്ന കേൾക്കാം. എന്താണ്? മലയാളം അധികം അറിയില്ല, മലയാളം സംസാരിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല എന്നൊക്കെ പറയുന്നത്. മേ ബി നമ്മള് സ്കൂളിൽ ഓ, എല്ലാരും കൂടി പറഞ്ഞ കേൾക്കില്ല ഒരാള്. സ്പീച്ച് ഡിലേ ആകുന്ന കുട്ടികളുണ്ട്. അതുകൊണ്ട് ഫിസിയോളജിക്കൽ പ്രശ്നങ്ങളാണ്. എന്റെ മോൻ അങ്ങനെയാണ്. ഉണ്ടല്ലേ? സ്പീച്ച് തെറപ്പി കൊടുക്കാറുണ്ടോ? ഇല്ല, ഇപ്പൊ റെഡിയായി. സ്കൂളിൽ പോകുമ്പോ റെഡിയായി. സ്പീച്ച് ഡിലേ വരാനുള്ള ഒന്നാമത്തെ കാരണം ആ കുട്ടികൾക്ക് അവര് സംസാരിച്ചു തുടങ്ങുന്ന 2 മുതൽ 4 വയസ്സ് വരെയൊക്കെയുള്ള സമയത്ത് ഒരുപാട് സംസാരിക്കാൻ ആളില്ലാത്തതാണ്. അവരോട് നമ്മൾ പിന്നെ സംസാരിക്കണം എന്നുള്ളതാണ്. അപ്പൊ സെയിം പ്രായക്കാരായ കുട്ടികളുണ്ടെങ്കിൽ അവരെ കൂടെ വിട്ടാൽ മതി. ആ വീട്ടിൽ ഓന് ഒരു കുട്ടി മൂത്ത ആളാണ്. അത് മറ്റാൾ നല്ലോണം സംസാരിക്കും. പേരൻസ് ബിസി ആണെങ്കിലും കുട്ടികൾ സ്പീച്ച് ലേറ്റ് ആവും. പിന്നെ കുട്ടികളോട് നമ്മളല്ലേ അവരുടെ ലാംഗ്വേജ് പറയല്ലേ, കൊഞ്ചി പറയാന്ന് പറയല്ലേ, പറയാൻ പാടില്ല എന്നാണ് കേട്ടോ. കൊഞ്ചി പറയാൻ പാടില്ല എന്നാണ് നിയമം. അഥവാ അവരോട് എന്ത് ചെയ്യണം, നമ്മൾ ശരിക്കും അവരുടെ ഭാഷയിൽ തന്നെ പറയണമെന്നാണ്. ഒറ്റ സെക്കൻഡ് കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു കോൾ, അർജന്റ് കോൾ ഉണ്ട്, ജസ്റ്റ് ഒരു കോള്. എന്തായി? കഴിഞ്ഞില്ല, പറഞ്ഞോ. ഓക്കെ, നടന്നു വന്നോളൂ, ഞാൻ ക്ലാസ് അവസാനിക്കും കേട്ടോ. ശരി. അപ്പം പിന്നെ എന്താ പറഞ്ഞത്? ഫസ്റ്റ് ലാംഗ്വേജ് പഠിക്കാനുള്ള പ്രശ്നങ്ങൾ കേട്ടോ. ഒന്ന് ഫിസിയോളജിക്കൽ പ്രോബ്ലംസ് ആണ്. അവർക്ക് നാക്കിലോ അല്ലെങ്കിൽ ഫിസിക്കൽ നമ്മളെ സ്പീച്ച് ഓർഗൻസിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? സംസാരം ഡിലേ ആവും. സ്റ്റാമറിംഗ് എന്നുള്ള സാധനം കേട്ടണോ? വിക്ക്. വിക്ക്. പണ്ടേ ഈ വിക്ക് ഉണ്ടായ 2 ആളുകൾ പോലീസ് സ്റ്റേഷനിൽ പോയൊരു കഥ കേട്ടണോ? ഇല്ല. 2 പേര്, ഒരാൾക്ക് സംസാരിക്കാൻ കേട്ടോ. അപ്പൊ മറ്റേ ആള് ഇവരോട് പറയണേ, എന്താണ് അങ്ങനെ സംസാരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പരസ്പരം എന്തൊക്കെ സംസാരിക്കണം. അപ്പൊ ഒരാൾക്ക് തോന്നുകയാണ് മറ്റേ ആള് എന്നെ കളിയാക്കാണോ എന്ന് വെച്ചാൽ. ശരിക്കും 2 ആൾക്കും വിക്ക് തന്നെയാണ്. ഓക്കെ, അപ്പൊ പറയണേ ഞാൻ കക്ക കളിയാക്കാനുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മറ്റു പറഞ്ഞു ഞാൻ കക്ക കളിയാക്കിയതല്ല, ഞാൻ എങ്ങനെ തന്നെ സംസാരിക്കുന്നൊക്കെ പറഞ്ഞ്. പക്ഷെ മറ്റൊരു സമ്മതിക്കില്ല, ജിന്ന കക്ക കളിയാക്കാണ്, ഞാൻ കക്ക കാണിച്ചു തരാറോ. ഭയങ്കര അച്ചറായി. ഇവര് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് പോലീസ് വെച്ച് വാട്ട് ഇസ് ദ പ്രോബ്ലം, ജസ്റ്റ് എന്താ? അപ്പൊ ഇവര് പറയണേ, സാർ ഇവർ ഞാൻ കക്ക കളിയാക്കാണ്, എനിക്ക് വിക്ക് ഉണ്ട്, അപ്പൊ ഇവര് ഞാൻ കക്ക കളിയാക്കാണ്, എനിക്ക് ഭയങ്കരമായിട്ട് കൊക്കൊക്കെ കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞു. ഭയങ്കര അപ്പം പറയണ, സാർ ഞാൻ കക്ക കളിയാക്കിയിട്ടില്ല. അങ്ങനെ ഭയങ്കര വിക്കുവാൻ അങ്ങോട്ട് പറയണ്ടേ. ഇത് കേട്ട് ഇങ്ങനെ പോലീസുകാർ നിൽക്കുകയാണ്. പോലീസുകാർ അങ്ങനെ കുറെ നേരം കേട്ടു വെച്ചേ, ഇങ്ങനെ 2 ഞാൻ കക്ക കളിയാക്കാടാന്ന് ചോദിച്ചു. അത് മനസ്സിലായാ? പോലീസിന് വിക്കുണ്ടായിരിക്കും. ശരിക്കും പോലീസിന് വിൽക്കായിരുന്നു. പോലീസുകാർ വിചാരിച്ചെന്താ വെച്ചാല് ഇവര് 2 പേരും കൂടെ വന്നിട്ട് ഇന്ന കളിയാക്കാന്നാണ് പോലീസുകാരുടെ വിചാരം. ശരിക്കും 3 വിൽക്കാണ്. അപ്പം പിന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. 2 പ്രോബ്ലംസ് ലൈക്ക് ഹാർഡ് ഓഫ് ഹിയറിംഗ്, കേൾവി ശക്തി കുറവുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ, ഹിയറിംഗ് ഇമ്പയർമെന്റ് എന്ന് പറയും. ഇപ്പൊ പിന്നെ കുട്ടികൾക്കൊക്കെ കേൾവി ശക്തി ഉണ്ടോന്ന് ചെറുപ്പം മുതൽ തന്നെ ഈ പിന്നെ ജനിച്ചു വീണാ നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് പോരും മുമ്പ് തന്നെ അത് പരിശോധിക്കും അല്ലെ? അതെ സർ. അത് 2 പ്രാവശ്യമൊക്കെ നോക്കിയിട്ടൊക്കെ പോലെ വിടാൻ തോന്നുന്നുണ്ട് ഇപ്പൊ. പിന്നെ വേറെ പ്രശ്നം അറിയോ, യൂസ് ഓഫ് ബൈലിംഗ്വലിസം ബൈ പാരന്റ്സ് എന്ന് പറയണേ. അതൊരു വലിയ പ്രശ്നം കേട്ടോ. ഈ ചില അമ്മമാരല്ലേ ഭയങ്കര സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് വീട്ടിൽ ഇങ്ങനെ ഫുൾ ഇംഗ്ലീഷും മലയാളത്തിലും മാറ്റി മാറ്റി പറയും. അത് കുട്ടിയിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കും എന്നാണ് തിയറി പറയുന്നത്. ചെറിയ മക്കളിലെ ഒരു മലയാളയെ പഠിച്ചു വരുന്നുള്ളൂ,
അതിനിടയിൽ ഇംഗ്ലീഷും കൂടെ കുത്തി കയറ്റുമ്പോൾ അവർക്കിത് മലയാളം ഇംഗ്ലീഷും ആകെ കൺഫ്യൂഷൻ ആയി പോകുന്നാണ് പറയണേ. അങ്ങനത്തെ പാരന്റ്സ് ഇവിടെ ഉണ്ടോ? എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. പഠിപ്പിക്കുന്ന സമയത്ത് നമ്മള് മലയാളത്തില് ഇപ്പം വാതിൽ എന്ന് പറഞ്ഞു കൊടുത്താലേ കുട്ടി പറയണം, ഇല്ല ഉമ്മ പറഞ്ഞിട്ടുണ്ട് വാതില് അല്ലെങ്കിൽ ജനല് പറയരുത്, ഡോർന്ന് പറയണം, വിൻഡോ എന്ന് പറയണം. ഉമ്മ വഴക്ക് പറയും. പക്ഷെ കുട്ടികളെ മൈൻഡിൽ ഇംഗ്ലീഷ് ഇൻജെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങനെ പറയാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് മലയാളം പഠിപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ആ ടൈം. ഇപ്പൊ ഇംഗ്ലീഷ് ചെറിയ മക്കളൊന്നല്ല തുടങ്ങുന്നത്. അതെന്തോ ഒരു സ്റ്റാൻഡേർഡ് പ്രശ്നമാണ്. അതെ, സ്റ്റാൻഡേർഡിന്റെ പ്രശ്നമാണ്. സോ ഇങ്ങനെ മലയാളം പഠിക്കാൻ കുട്ടികൾ ബുദ്ധിമുട്ടുണ്ടെന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. ഇനി ഹോം ലാംഗ്വേജിന്റെ അത് എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, ഇതില്ലേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും ഈ ഒരു ടിപ്സ് ഉപയോഗിക്കാം കേട്ടോ. ഒന്ന്, ഓൾ മെമ്പേഴ്സ് ഓഫ് ഫാമിലി യൂസ് ഹോം ലാംഗ്വേജ്. അഥവാ മലയാളം കുട്ടി ശരിക്കും പഠിക്കണമെങ്കിൽ എല്ലാവരും മലയാളം പറയണം. 2, എൻകറേജ് ചിൽഡ്രൻ ടു യൂസ് ഹോം ലാംഗ്വേജ്. കുട്ടിനോട് മലയാളം സംസാരിക്കാൻ പരമാവധി എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം. 3, ഹാവിങ് ഫ്രീക്വന്റ് ഇന്ററാക്ഷൻ വിത്ത് ചിൽഡ്രൻ. അഥവാ ഇടയ്ക്കിടയ്ക്ക് അവരുമായി സംസാരിക്കണം. 4, ഗിവ് അറ്റൻഷൻ ഓൺ സ്പീച്ച് ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ. ഓരോരോ സ്പീച്ച് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജിലും നമ്മൾ അറ്റൻഷൻ കൊടുക്കണം. 5, ചൂസ് വൺ ലാംഗ്വേജ് ആസ് ഫസ്റ്റ് ലാംഗ്വേജ്. ഏതെങ്കിലും ഒരു ഭാഷ കുട്ടിനെ തെരഞ്ഞെടുക്കാൻ സമ്മതിക്കണം. അല്ലെ, നമുക്ക് അങ്ങോട്ട് അതുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം വെറും മലയാളം സംസാരിച്ചാൽ എന്റെ കുട്ടി ഇംഗ്ലീഷിൽ ബാക്കിലായി പോകുമോ എന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടാവും. സെക്കൻഡ്, സ്കൂൾ ലാംഗ്വേജ് ആണ് കേട്ടോ. ഞാൻ ഇന്നത്തെ ക്ലാസ് അധികം വൈകാതെ അവസാനിപ്പിക്കട്ടെ. സ്കൂൾ ലാംഗ്വേജ് ആണ്, ഇത്രേ ഉള്ളൂ. സ്കൂളിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി അവർ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഷ. ചുരുക്കി പറഞ്ഞാലേ ഒരു ഒരു കുട്ടി, നമ്മുടെ വീട്ടിലൊരു കുട്ടി ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിൽ പോയാല്, ഓക്കെ, ഇംഗ്ലീഷ് CBSE സ്കൂളിൽ നല്ല സ്ട്രിക്റ്റ് ആയ ഒരു CBSE സ്കൂളിൽ പോയാൽ എന്തായിരിക്കും അവസ്ഥ? അവിടെ അതാണ് സ്കൂൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ലാംഗ്വേജ് ഓഫ് സ്കൂൾ ആണ്. ലാംഗ്വേജ് യൂസർ ആസ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് കേട്ടോ. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പോൾ ചില സ്കൂളിൽ അങ്ങനെ ഉണ്ടാവും. ഞാൻ ഇന്നലെ ഏതോ ഒരു സ്റ്റേജ് ഷോയില് ഒരു കുട്ടി പറഞ്ഞു കണ്ടു. പിന്നെ ഒരു സ്കൂളിൽ കുട്ടി ജോയിൻ ചെയ്തേക്കാണ് പുതുതായിട്ട്. നിങ്ങൾ കണ്ടോ? പിന്നെ അവന്റെ ഒരു ഫ്രണ്ട് ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയി. കണ്ടോ നിങ്ങൾ ആ ഒരു ഇത് വീഡിയോ കണ്ടോ? ഇല്ല സർ, ഞാൻ കണ്ടില്ല. ഇല്ല, കണ്ടില്ല. എന്തെങ്കിലും ഇതൊക്കെ കാണാത്തെ? ഞാൻ ഇത്തിരി തിരക്കിനിടയിൽ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല. അപ്പം സംഭവിച്ചെന്താരോ, ഈ കുട്ടിക്ക് അവിടെ ആ സ്കൂളിൽ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാൻ പാടുള്ളൂ, മലയാളം സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ഇവന്റെ ഫ്രണ്ട് ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയി. ഈ ഫ്രണ്ട് ഇവന്റെ പേര് ഓർമ്മയില്ല. അവൻ ലിഫ്റ്റിൽ കുടുങ്ങിക്കണെന്ന് ടീച്ചറോട് പറയണം. ഇവൻ ടീച്ചറടുത്ത് ഓടിപ്പോയി. ചെന്ന് നോക്കുമ്പോൾ അവന് ഓർമ്മ വന്നത് അവനെ ഒരു അരുൺ ലിഫ്റ്റ് കുടുങ്ങിക്കണെന്ന് പറയാന് ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഇവനെന്ത് ചെയ്യാരോ പറയാതെ തിരിച്ചു പോന്ന്. എന്നിട്ട് ആ ഫ്രണ്ടാണ് കുടുങ്ങിയെന്നാ പറയണേ. അപ്പൊ ഓനെ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട്, ഓൻ ആ ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് അന്ന് ഓൻ പറഞ്ഞില്ല. പിന്നീട് എങ്ങനെ രക്ഷപ്പെടുത്തിയുള്ളത് അതിൽ പറയണില്ല. പിന്നെ അപ്പോ സ്കൂൾ ലാംഗ്വേജിന്റെ അത് വെറുതെ ഇൻസിഡന്റ് പറഞ്ഞാണ് കേട്ടോ. സോ ഇറ്റ് ഈസ് എ ലാംഗ്വേജ് അതർ ദാൻ ദ മദർ ടങ് ഈസ് എ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. സ്കൂളിൽ പലപ്പോഴും മലയാളം അല്ലാതെ ഇംഗ്ലീഷ് സംസാരിപ്പിക്കാം. നമ്മളെ കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? KV കേന്ദ്രീയ വിദ്യാലയ, അവിടെ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ആണ് അവരുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. സോ ദെൻ ദ ലാംഗ്വേജ് ഓഫ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഈസ് നോൺ ആസ് സെക്കൻഡ് ലാംഗ്വേജ്. ചുരുക്കി പറഞ്ഞാല് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇംഗ്ലീഷ് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ സ്കൂൾ ലാംഗ്വേജ് ഇംഗ്ലീഷും ഹോം ലാംഗ്വേജ് മലയാളം ആയിരിക്കും. അഥവാ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളവും സ്കൂൾ ലാംഗ്വേജ് ഇംഗ്ലീഷും. ആ സ്കൂൾ ലാംഗ്വേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് ലാംഗ്വേജ്. ഓക്കെ, അപ്പൊ അതിലുണ്ട് ദ ലാംഗ്വേജ് ഓഫ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഈസ് നോൺ ആസ് സെക്കൻഡ് ലാംഗ്വേജ്. അപ്പൊ ഇനി സെക്കൻഡ് ലാംഗ്വേജിനെ കുറിച്ചാണ്. ഇതെന്താണ്? സ്കൂളിലുള്ള ഒരു അഡീഷണൽ ലാംഗ്വേജ് ആണ്. അഡീഷൻ ടു ദ മദർ ടങ്. മദർ ടങ്ങിനേക്കാൾ കുട്ടി പഠിക്കുന്ന രണ്ടാമത്തെ ഭാഷയാണ് സ്കൂൾ ലാംഗ്വേജ് അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ്. സോ വി യൂസ് ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ്. അപ്പൊ ഇംഗ്ലീഷ് നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാണ്. അതർ നെയിംസ് ഫോർ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ്, അഥവാ ഇംഗ്ലീഷിനെ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് വിളിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ആസ് എൻ അഡീഷണൽ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ഫോർ സ്പീക്കേഴ്സ് ഓഫ് അതർ ലാംഗ്വേജ്, ദോസ് ഹു ലേൺ ഇംഗ്ലീഷ്. കുറെ ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകള്, വേറെ രാജ്യക്കാരുടെ ഭാഷ, ഇങ്ങനെ പലതരത്തിൽ ഇംഗ്ലീഷ് എന്നുള്ള പേര് ഇംഗ്ലീഷിന് നമ്മൾ അറിയപ്പെടാറുണ്ട്.
ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല കേട്ടോ, ജസ്റ്റ് അതിലുള്ളൊരു പോയിന്റ് ഞാൻ നോട്ട് ചെയ്തതാണ്. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് സ്കൂൾ ലാംഗ്വേജ്. സ്കൂൾ ലാംഗ്വേജിന്റെ പ്രാധാന്യം എന്താണ്? കാരണം ചിൽഡ്രൻ ലേൺ സബ്ജക്ട് ത്രൂ ദ ലാംഗ്വേജ്. കുട്ടികൾ എല്ലാ കണ്ടന്റ് പഠിക്കുന്നത് സ്കൂൾ ലാംഗ്വേജിലാണ്. അപ്പൊ നമ്മൾ CBSE ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ കുട്ടി ഫുൾ പഠിക്കണേ, അവന്റെ കണ്ടന്റ് മുഴുവൻ പഠിക്കുക എന്തിലായിരിക്കും? ഇംഗ്ലീഷിലായിരിക്കും. കോംപ്ലക്സ് ഐഡിയാസ് ആർ ലേൺഡ് ത്രൂ ദ സ്കൂൾ ലാംഗ്വേജ്. എല്ലാ ഐഡിയാസും കോംപ്ലക്സ് ഐഡിയ ആണെങ്കിലും എല്ലാ സയന്റിഫിക് ആയ ടേംസ് ആണെങ്കിലും ഒക്കെ കുട്ടി സ്കൂൾ ലാംഗ്വേജിലാണ് പഠിക്കുക. ഇറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് അക്കാഡമിക് ലാംഗ്വേജ്. ഓക്കെ, അഥവാ ബാക്കിയുള്ള അവന്റെ അക്കാഡമിക് പെർഫോമൻസിന് ഏതൊക്കെ ഭാഷ വേണോ, എന്തൊക്കെ കണ്ടന്റ് വേണോ, അതൊക്കെ കുട്ടി ആ ഒരു ലാംഗ്വേജിൽ പഠിക്കും. ഇറ്റ് സെർവ്സ് ആസ് എ ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്. ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ഭാഷ എന്താണ്? സ്കൂൾ ലാംഗ്വേജ് ആണ്. ഇനി ഇഷ്യൂസ് അഫക്റ്റിംഗ് മാസ്റ്ററി ഓഫ് സ്കൂൾ ലാംഗ്വേജ് ആണ്. അഥവാ സ്കൂൾ ലാംഗ്വേജിലെ സെക്കൻഡ് ലാംഗ്വേജ് കുട്ടിക്ക് പഠിക്കാൻ പ്രയാസങ്ങൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ. ഒന്ന്, മാസ്റ്ററി ഓഫ് സ്കൂൾ ലാംഗ്വേജ് ടേക്സ് എ ലോങ് ടൈം. സ്കൂൾ ലാംഗ്വേജ് പഠിക്കാൻ കുറെ സമയം എടുക്കും സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാൻ. നമ്മളിപ്പോ 10-12 കൊല്ലം 10-15 കൊല്ലം സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചിട്ട് ഇതുവരെ പഠിച്ചിട്ടില്ല അല്ലെ ഇംഗ്ലീഷ്. അതേപോലെ ടൈം കൺസ്യൂമിംഗ് ആണ്, അഥവാ ഒരുപാട് സമയം എടുക്കും. 3, ലെവൽ ഓഫ് മാസ്റ്ററിങ് എ ലാംഗ്വേജ് ഡിഫർ ഫ്രം സ്റ്റുഡന്റ് ടു സ്റ്റുഡൻസ്. ഇനി എല്ലാ കുട്ടിയും ഒരുപോലെ പഠിക്കൂല. മലയാളം നമുക്ക് ഒരുവിധം എല്ലാവർക്കും ഒരേപോലെ അറിയാം, പക്ഷെ ഇംഗ്ലീഷിൽ ഭയങ്കര വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഡിഫർ ഫ്രം വൺ സ്റ്റുഡന്റ് ടു അനദർ. കാരണം ചില കുട്ടികൾക്ക് നല്ലോണം എഴുതാനും വായിക്കാനും പ്രസംഗിക്കാനും ഒക്കെ അറിയും, ചില കുട്ടികൾക്ക് ഒന്നും അറിയില്ല, ചില കുട്ടികൾക്ക് എഴുതാൻ അറിയാം വായിക്കാൻ അറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചേഞ്ച് ഇൻ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ പ്ലേസ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ മാസ്റ്ററിംഗ് ദ സ്കൂൾ ലാംഗ്വേജ്. അഥവാ അവരുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മാറുമ്പോൾ അവർക്ക് എന്ത് കിട്ടുകയാണ്? ആ ഒരു സ്കൂൾ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു പ്രയാസം ഉണ്ടാവാം. കാരണം മദർ ടങ് പഠിച്ച് നേരെ സ്കൂൾ ലാംഗ്വേജിലേക്ക് പോവാണ്. അപ്പൊ ആ ഒരു പ്രശ്നങ്ങളൊക്കെ കുട്ടികൾ നേരിടാനുള്ള സാധ്യത ഉണ്ട്. ഇനി എങ്ങനെ സ്കൂൾ ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യാം? ഒന്ന്, പ്രൊവൈഡ് മോർ എക്സ്പോഷർ. എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ മോർ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കിയാൽ മതി. കുറെ അവസരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം. 2, എഡ്യൂക്കേഷൻ ടെക്നോളജീസ് ആൻഡ് ടീച്ചിങ് എയ്ഡ്സ്. പരമാവധി ടീച്ചിങ് എയ്ഡ് ഉപയോഗിക്കുക, ടെക്നോളജി ഉപയോഗിക്കുക. 3, യൂസ് സ്കൂൾ ലാംഗ്വേജ് അറ്റ് ഹോം. നമ്മളിപ്പോ പറഞ്ഞു വരുന്നത് എങ്ങനെ തന്നെയാണ്, അവസാനം ഇംഗ്ലീഷ് വീട്ടിൽ സംസാരിച്ചാൽ ഇംഗ്ലീഷ് കൂടി പഠി എന്നുള്ളടത്തേക്കാണ് കേട്ടോ പോണത്. അഥവാ സ്കൂൾ ലാംഗ്വേജ് ഹോം ലാംഗ്വേജ് വീട്ടിൽ ഉപയോഗിച്ചാൽ സ്കൂൾ ലാംഗ്വേജിൽ കുട്ടിക്ക് എക്സ്പേർട്ട് ആവാം. ദെൻ ഓൾ സബ്ജക്ട് ടീച്ചേഴ്സ് ഷുഡ് കണ്ടക്ട് ടീച്ചിങ് എംപ്ലോയീസ് LAC അപ്രോച്ച്. ലാംഗ്വേജ് അക്രോസ് കരിക്കുലം എന്നുള്ള അപ്രോച്ച്. അഥവാ എല്ലാ ഭാഷക്കാരും സയൻസും കൊമേഴ്സും അല്ലെങ്കിൽ ബയോളജിക്കാരും എല്ലാവരും ഭാഷ പഠിക്കണം എന്നുള്ള ഒരു അപ്രോച്ച് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? അവരെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് ലാസ്റ്റ് ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹോം ലാംഗ്വേജ് ആൻഡ് സ്കൂൾ ലാംഗ്വേജ്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ച പോയിന്റ് തന്നെയാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. നമ്മൾ ടെലഗ്രാഫിക് സ്പീച്ചിലൂടെയാണ് ഹോം ലാംഗ്വേജ് പഠിച്ചത്, അഥവാ കേട്ട് പഠിച്ചതാണ്. എന്നാൽ ഇതാണെങ്കിലോ സ്കൂൾ ലാംഗ്വേജ് ആണെങ്കിലോ പലപ്പോഴും നമ്മൾ സെന്റൻസസ് ഒക്കെ എഴുതി ലെറ്റേഴ്സ് എഴുതി പഠിച്ചതായിരിക്കും. 2, നാച്ചുറൽ ആയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ പഠിച്ചതാണ് ഹോം ലാംഗ്വേജ്. എന്നാൽ സ്കൂൾ ലാംഗ്വേജ് സ്കൂൾ ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ ഒരു ലേണേഴ്സ് ലൈഫിൽ അവിടെ നിന്ന് ആ ഒരു സ്കൂൾ കോണ്ടെക്സ്റ്റ് പഠിച്ചതാണ്. 3, ഒരു ഗ്രാമർ ആവശ്യമില്ല, കോൺഷ്യസ് ആൻഡ് ഡെലിബറേറ്റ് എഫേർട്ട് ഹോം ലാംഗ്വേജിന് ആവശ്യമില്ല. സ്കൂൾ ലാംഗ്വേജിനോ ഗ്രാമർ പഠിക്കണം, അതിന് എക്സാമ്പിൾസ് ചെയ്യണം, എക്സസൈസ് ചെയ്യണം, അങ്ങനെ ഒരുപാട് റിസ്ക് എടുക്കണം. എന്നാലോ പഠിച്ചിട്ടില്ല. 5 നോ നീഡ് ഓഫ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ. പ്രത്യേകം പഠിക്കണം എന്ന് പറയേണ്ട, പ്രത്യേക സിലബസ് വേണ്ട ഹോം ലാംഗ്വേജിന്. എന്നാൽ സ്കൂൾ ലാംഗ്വേജ് കൃത്യമായി നമുക്ക് സിലബസും ഇൻസ്ട്രക്ഷനും ഒക്കെ കിട്ടണം. 6, മോർ എക്സ്പോഷർ ടു ലാംഗ്വേജ്. മലയാളം ഉപയോഗിക്കാൻ നമുക്ക് ഇഷ്ടം പോലെ അവസരം കിട്ടിയിട്ടുണ്ട്, ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ട്. എന്നാലോ ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ അവസരങ്ങൾ കുറവാണ്. 7, കമ്മ്യൂണിക്കേഷൻ ഈസ് ദ മെയിൻ പർപ്പസ്. നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രധാനമായിട്ടും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്നാലോ സ്കൂൾ ലാംഗ്വേജ് ആണെങ്കിലോ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, നമുക്ക് കണ്ടന്റ് പഠിക്കലോ അല്ലെങ്കിൽ ഭാഷ പഠിക്കലോ ഹോംവർക്ക് ചെയ്യലോ അതൊക്കെ ആയിരുന്നു അവിടെ ഇമ്പോർട്ടന്റ്. 8, ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. നമ്മളുള്ളിൽ നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് പഠിച്ചതാണ്, സ്വയം മോട്ടിവേറ്റഡ് ആണ്, സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. സ്കൂൾ ലാംഗ്വേജോ ടീച്ചർ പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഉമ്മമാർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ മാർക്ക് നേടാൻ വേണ്ടിയിട്ട് പഠിച്ചതാണ്. 9, കൺവേഴ്സ് അമംഗ് ദ ഫാമിലി. അഥവാ പിന്നെ കുടുംബത്തിൽ എന്തുണ്ടാവും? അവിടെ കോൺവെർസേഷൻസ് ഉണ്ടാവും. ഓക്കെ, അത്തരത്തിലുള്ള കോൺവെർസേഷൻസ് ഉണ്ട് നമുക്ക് ഹോം ലാംഗ്വേജിൽ. സ്കൂൾ ലാംഗ്വേജിൽ കുടുംബത്തിൽ മിക്കവാറും അവിടെ ഇന്ററാക്ഷൻസോ കാര്യങ്ങളോ ഇല്ല. 10, ലേൺ ഡ്യൂറിങ് ചൈൽഡ്ഹുഡ്. ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വന്നതാണ്. സ്കൂൾ ലാംഗ്വേജോ സ്കൂളിൽ പോയി തുടങ്ങിയതിന് ശേഷം മാത്രം പ്രാക്ടീസ് ചെയ്തതാണ്. അപ്പൊ അതിൽ കുറെ ഡിഫറൻസുകൾ നമുക്ക് കാണാൻ കഴിയും.
സോ ഇത്രയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഏകദേശം പകുതിയോളൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ ലാംഗ്വേജ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ പഠിച്ചെന്തായിരുന്നു? ഈ ഹോം ലാംഗ്വേജ്, അതേപോലെ തന്നെ ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, ഹോം ലാംഗ്വേജ്, സ്കൂൾ ലാംഗ്വേജ്. അപ്പോൾ ഇതിൽ ഏത് ലാംഗ്വേജ് ആണെങ്കിലും അതിലൊക്കെ നമ്മൾ എക്സ്പേർട്ട് ആവുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സോ ഇന്നത്തെ ടോപ്പിക്ക് വളരെ ക്ലിയർ ആയി തന്നെ മനസ്സിലാക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതായാലും ഇത്ര നേരം സഹിച്ച് ക്ഷമിച്ച് ലാംഗ്വേജിനെ കുറിച്ച് കേട്ട പോലെ തന്നെ വീണ്ടും വീണ്ടും കേൾക്കാൻ വേണ്ടി പേഷ്യൻസ് കാണിച്ച എല്ലാവർക്കും താങ്ക്സ്. നിങ്ങളുടെ റെസ്പോൺസസിന് താങ്ക്സ്. നിങ്ങളുടെ പ്രസന്റേഷനും എല്ലാത്തിനും നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഫോർ